അണകവിയും നഴലാഴിയാഴുമിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേക്കിയണിഞ്ഞിടുന്നു നാരായണ ഗുരുനായക എന്റെ ദൈവമല്ലോ. നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശാഖ നമ്പർ 5018 കോടംതുരുത്ത് നോർത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും അനുമോദന സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ അനുമോദന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഗുരുദർശന പൊരുൾ എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഗുരുവിൻ്റെ 171ാമത് ജയന്തി ദിനമാണെന്ന്. ഒരു ദിവസം കേരളത്തിൽ നിന്നല്ല ലോകമെമ്പാടുമുള്ള ഗുരുദേവ ഭക്തർ ഗുരുദേവന്റെ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു സുദിനം ആണിന്ന്. നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, ഏതായാലും ഗുരുദേവന്റെ ദർശനം കാലമേറെ കഴിയും തോറും മനുഷ്യ മനസ്സുകളിലേക്ക് കൂടുതൽ പതിയുന്ന ഒരു കാലത്തിലേക്കാണ് നാം നീങ്ങുന്നത്. 7 സപ്തസാഗരങ്ങളും കടന്നുകൊണ്ട് അങ്ങ് മറ്റ് ലോകങ്ങളിലുമെല്ലാം ഗുരുവിന്റെ ദർശനം ഇന്ന് ആഗോള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ വരെ ഗുരുവിന്റെ ദർശനം മുഴങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നാം ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നതെന്ന് ഓർക്കണം. നമ്മളാണ് ഗുരു ജനിച്ച വർഷം എന്താണെന്ന് നമുക്കറിയില്ല, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി എങ്ങനെയാണെന്ന് അറിയില്ല, ഗുരു ആരാണെന്ന് അറിയില്ല. അങ്ങനെ നിരവധിയായ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. അതായത് ഒരു പൊൻദീപം തെളിയുമ്പോൾ, ഈ ലോകത്തിന് വിളക്കാകേണ്ട ഒരു മഹാപുരുഷൻ അവതരിക്കുമ്പോൾ ആ നിലവിളക്കിൻ ചുവട്ടിലെ ഇരുട്ടുകളാണ് നമ്മൾ. 73 വർഷത്തോളം ഗുരു എന്ന മഹാചൈതന്യം നടന്നു നീങ്ങിയത് അത്രയും ഈ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു ദിവസം ഗുരുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്കില്ല. ഓടുകയാണ്, തിരക്കിട്ട ഓട്ടം. ഈ ഓട്ടപ്പാച്ചിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. നമ്മുടെ കയ്യിലേക്ക് ഒരു 10, 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു കുടുക്കയിലെ ചാരമാക്കി നമ്മുടെ കയ്യിലേക്ക് തരും. ഓട്ടത്തിന്റെ റിസൾട്ട് അതാണ്. അതിനപ്പുറം ഈ ലോകത്ത് നിന്ന് നമുക്ക് എന്താ നേടാനുള്ള? അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നമ്മളൊരു മനുഷ്യ ശരീരവും സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള ഉത്തരവും ഒരു മനുഷ്യനായി ജന്മം കിട്ടിയ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണം ഒരു വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചതയം എന്ന വാക്കിന്റെ അർത്ഥം ശതഭിഷക് എന്നാണ്. 100 വൈദ്യന്മാർ അല്ലെങ്കിൽ 100 ദിവ്യ നക്ഷത്രങ്ങൾ. 1855 ചെമ്പഴന്തിയിലെ വയൽവാരം ഭവനത്തിൽ നിന്ന് ചിങ്ങമാസത്തിലെ ചതയ നാളില് മുഴങ്ങിക്കേട്ട 3 മുറി കുരവ. ഒരു ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ 3 മുറി കുരവ ദിഗന്ധങ്ങളിലേക്ക് പ്രതിധ്വനിച്ചപ്പോൾ ലോകത്തിന് വിളക്കാകേണ്ട യുഗപ്രഭാവനായ ഒരു മഹാപുരുഷന്റെ തിരുവവതാരം. ഇവിടെ പറഞ്ഞു, ജനിച്ചപ്പോൾ പോലും കരഞ്ഞില്ല. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ജന്മങ്ങള് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാർ ഈ ഭൂമിയിലേക്ക് അവതരിക്കാറുള്ളൂ. ആ ഗുരു അവതരിച്ചൊരു കുലത്തിൽ പിറന്നിട്ടും ആ ഗുരുവിനെ തിരിച്ചറിയാനാവാത്ത അന്ധതയിലും ഇരുട്ടിലും ജീവിക്കുന്നവരാണ് നാം. പറയല്ലോ, ആശാൻ തന്നെ പറഞ്ഞല്ലോ, 60ാമത്തെ പിറന്നാളിന് ഗുരുസ്തവം എഴുതിയിട്ട്, ഗുരുസ്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ നാരായണമൂർത്തി എന്ന് ചൊല്ലാറില്ലേ, ആ ഗുരുസ്തവം എഴുതിയത് ഗുരുവിന്റെ ഷഷ്ഠബ്ദി പൂർത്തി വേളയില് കുമാരനാശാൻ ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായ ഏകദേശം 19 വർഷം ഗുരുവിന്റെ നിഴലായി സഞ്ചരിച്ച കുമാരു 60ാമത്തെ പിറന്നാളിന് ഗുരുശക്കം എഴുതി അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ആരായുകിൽ
അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. പക്ഷേ ആ പരദൈവത്തിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ജയന്തിയും മഹാസമാധിയും കടന്നു പോകുമ്പോഴും കുമാരനാശാൻ പറഞ്ഞ പോലെ നാം ചിന്തിക്കണം, ഗുരുവിനെ നാം എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. 60-ാം പിറന്നാളിന് ഗുരുസ്തവം എഴുതുമ്പോൾ ആ ഒരു വർഷം തന്നെയാണ് ഗുരു സശരീരനായിരിക്കുമ്പോഴാണ് ഗുരുവിന്റെ ചിത്രം കുളത്തൂർ കോലത്തുകരയിലെ കുമാരനാശാൻ പ്രതിഷ്ഠിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഗുരുവിനെ ആരാധന ചെയ്യാൻ, ഗുരുവിനെ പൂജിക്കാൻ ഗുരു പറഞ്ഞിട്ടുണ്ടോ? പലരും ചോദിക്കുന്നതാ. പക്ഷെ ഗുരുദേവ ചരിത്രം അറിയാത്തവർക്ക്, ഗുരുവിനെ അറിയാത്തവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഗുരു 73 വർഷം വരെ ഇവിടെ ലോകസംഗ്രഹം ചെയ്തു അല്ലേ? 60-ാം വയസ്സിൽ ഇത് പ്രതിഷ്ഠിക്കുമ്പോൾ, കുമാരനാശാൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഗുരു ആ വിഗ്രഹത്തെയും ആ ഫോട്ടോയെയും കണ്ട് അവിടെ ആരാധന ചെയ്യുന്നത് വരെയും ദൃക്സാക്ഷിയാണ് ഗുരു. അതുകൂടാതെ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹം, ലോകത്തിൽ ആദ്യമായി ഒരു പഞ്ചലോഹ വിഗ്രഹത്തിൽ ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സന്നിധിയിലാണ്. അതും ഗുരു കണ്ടതാ. പറഞ്ഞിട്ടില്ലല്ലോ പൂജിക്കേണ്ടെന്ന്. കാരണം ശതയം എന്ന വാക്കിന്റെ അർത്ഥം ശതഭിഷക് ആണെന്ന് നമ്മൾ പറഞ്ഞു. 100 ദിവ്യ നക്ഷത്രങ്ങളെ പോലെ ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ ഇല്ലാതെയാക്കാനാണ് മഹാഗുരുക്കന്മാർ വരുന്നത്. അവർ വരുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സമൂഹത്തിലേക്കാണ് അവതാരം ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ പുണ്യാത്മാക്കളാ. 100 വൈദ്യന്മാർ എന്ന അർത്ഥം ചതയത്തിന്. അപ്പോ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചത് ഏതില? ചിങ്ങമാസത്തിലാണ്. നമ്മളുടെ ശ്രീകൃഷ്ണ ജയന്തി വരാൻ പോകും അല്ലേ? അപ്പോ ഒരു ജന്മം, ഒരു മഹാപുരുഷന്റെ അവതാരം കഴിഞ്ഞാൽ അടുത്തൊരു മഹാപുരുഷൻ അവതരിക്കണമെങ്കിൽ 1000 വർഷമെങ്കിലും കഴിയണം. 1500 വർഷം കഴിഞ്ഞു ശ്രീശങ്കര ഭഗവത്പാദര് 850 ഇവിടെ കാലം ചെയ്ത് കഴിഞ്ഞ് കടന്നുപോയി പരമ്പൊരുളായിട്ട് ഈ സത്യത്തെ അറിഞ്ഞ് ഇവിടുന്ന് കടന്നു നീങ്ങിയ ശങ്കര ഭഗവത്പാദർക്ക് ശേഷം 1500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഗുരു ഇവിടെ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന്റെ ആ തിരുജയന്തിക്ക് ഒരു സന്ദേശം എഴുതി നൽകാനായിട്ട് മലയാളത്തിന്റെ മഹാകവി വള്ളത്തോളിനോട് പറഞ്ഞപ്പോൾ വള്ളത്തോൾ എഴുതി കൊടുത്ത 4 വരിയുണ്ട്. പെരുത്ത നൂറ്റാണ്ടിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു, പന്തരായി വരുന്നവർക്കായി തണൽ മുറ്റമേകുവാൻ. ലോകത്ത് സത്യവും ധർമ്മവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജന്മം നൽകിയ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ല ഇല്ലാത്ത അമ്മമാര്. ഒരു തലമുറയ്ക്ക് ജന്മം നൽകേണ്ട പെൺകുട്ടികള് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും നടന്നെടുക്കുമ്പോൾ ആരെയും കൊല്ലാൻ ആർക്കും മടിയില്ല. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ സത്യം എവിടെ? ധർമ്മം എവിടെ? ഇരുളാർന്ന ലോകത്തിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ വിളക്കും വഴിയും വഴികാട്ടിയും വെളിച്ചവുമായി ഈ ഗുരുവിന്റെ ദർശനത്തെ പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ ഈ വേദിയിൽ പോലും ഇരിക്കാതെ കസേരകൾ ഒഴിഞ്ഞു തന്നെ കിടക്കുക. എന്നാണ് ഇരുട്ട് മാറാൻ സാധിക്കുക? എന്നാണ് ഇത് മാറുക? ഒരു ഞായറാഴ്ച ദിവസം ഒരു പള്ളി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ സമീപത്തിലൂടെ നമ്മളൊന്ന് പോയാൽ ആ പള്ളിയും കവിഞ്ഞൊഴുകി വണ്ടികളാണ് നിറഞ്ഞു കിടന്നിട്ട് അതിന്റെ പുറത്തും ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നത് കാണാം. അവിടെ കുറച്ച് ഗാനങ്ങളും കുറച്ച് സുവിശേഷങ്ങളൊക്കെയാ. പക്ഷേ കൃത്യമായി അവിടെ എത്തും. അവർ പഠിക്കുകയും ചെയ്യും, അറിയുകയും ചെയ്യും. നമ്മള് പഠിക്കില്ല, അറിയില്ല, ജീവിക്കുന്നത് അന്ധതയിലേക്കാണ്. നമ്മുടെ ജീവിതത്തെ ധീരമായി നേരിടുന്നതിനുള്ള സകല പരിഹാരവും ഗുരുവിന്റെ കൃതികളിൽ ഉണ്ട് എന്നറിയണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും ജന്മങ്ങൾ കഴിയണമായിരിക്കും. ഒരു ക്ഷേത്രങ്ങളിലും പോകാൻ അവകാശമില്ലായിരുന്ന കാലത്ത്, നേരായ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ അവകാശമില്ലായിരുന്ന കാലത്ത്, വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാതിരുന്ന കാലത്ത് എല്ലാത്തിനുമെതിരെ പടവാളായി കൃതികളിലൂടെയും സൂക്തിസുതകളിലൂടെയും എല്ലാം നടന്നു നീങ്ങിയ ആ മഹാഗുരുവിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കരുത്. ജീവിതത്തിലെ തിരുജയന്തി ദിനത്തിലെ ഈ ശാഖയിൽ എത്ര പേരുണ്ടോ സമസ്തരും ഇവിടെ വന്ന് ആ ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ച് ഗുരുവിനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നുപോയാൽ
നമ്മുടെ കുലം പവിത്രമാവും, ജന്മത്തിന് സാഫല്യം ഉണ്ടാവും. പറഞ്ഞു വന്നത് വള്ളത്തോൾ പറയാണ്, അനേകം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ പെരുത്ത നൂറ്റാണ്ടിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പാമുലകം സത്യം നഷ്ടപ്പെട്ട് ഊഷരമായി മാറിയിരിക്കുന്ന ഇരുട്ടാർന്നിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് ഒരുറ്റ വൃക്ഷത്തെ വൻമരത്തെ നടും ജഗദീശ്വരൻ. എന്തിനാണെന്നറിയോ? ഈ ലോകത്ത് വഴിപോക്കരാ നമ്മൾ കേട്ടോ. നമ്മളാരും ഇവിടെ സ്ഥിരമൊന്നുമല്ല. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവര് പല കാലങ്ങളിൽ നമ്മളോടൊപ്പം കൂടിയവരാ, പല സമയങ്ങളിൽ പിരിഞ്ഞു പോകുന്നവരുമാ. ഒരുമിച്ച് എന്നും ഇരിക്കാന്നൊന്നും കരുതണ്ട. അങ്ങനെ ഈ പെരുവഴി അമ്പലത്തിലേക്ക് നമ്മൾ കടന്നു പോകും, ഇനിയും വരും. ഇനിയും സത്യമറിയാതെ കുഴങ്ങി ദുഃഖിച്ച് വലയുന്ന വഴിപോക്കർക്ക് വഴിയും വിളക്കുമായി ഗുരുവിന്റെ ദർശനം ഉണ്ടാവും. അതുകൂടാതെ വള്ളത്തോൾ മറ്റൊരു 4 വരിയും കൂടി പറഞ്ഞു. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്ന മാസമാണിതിലാണേവർക്കും ഓണോത്സവം. മഹാബലിയുടെ സ്മരണയ്ക്കാണല്ലോ, നാട് കാണാൻ വരുന്ന ഓർമ്മയ്ക്കാണല്ലോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഈ മഹാബലി ഈ കേരളം ഭരിച്ചിട്ടുണ്ടോ? ഒരു ഐതിഹ്യം മാത്രമല്ലേ? ഐതിഹ്യം മാത്രമായെങ്കിലും അതൊരു നന്മയുടെ പ്രതീകമായ ആഘോഷമായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൈമയും മറന്ന് ഓണം ആഘോഷിക്കും. പക്ഷെ വള്ളത്തോൾ പറയുക, മലയാളികൾ ഓണം ആഘോഷിക്കേണ്ടത് സ്വാമി പിറന്ന മാസമായതുകൊണ്ടാണ്. അത് SNDPക്കാരോട് മാത്രമല്ല പറഞ്ഞു, ലോകത്തിനോടാ പറഞ്ഞത്. ലോകത്തിന് വിളക്കാകേണ്ട ഒരു മഹാ വെളിച്ചം അവതരിച്ച മാസമാണ് ചിങ്ങമാസം. അതുകൊണ്ടാണ് മലയാളികള് ഓണം ആഘോഷിക്കേണ്ടത് എന്ന് വള്ളത്തോൾ പറഞ്ഞപ്പോൾ ഗുരുവിന്റെ ദർശനം എന്താണ്? എന്തിനാ ഗുരു അവതരിച്ചത്? എന്താണ് ഗുരു നമ്മളോട് പറഞ്ഞത്? നമ്മൾ പറഞ്ഞില്ലേ, ശതപിശക് 100 വൈദ്യൻ എന്നാണ് ചതയം എന്ന നക്ഷത്രത്തിന്റെ അർത്ഥമെങ്കിൽ എന്ത് രോഗത്തെ ചികിത്സിക്കാനാണ് ഗുരു വന്നത്? നമ്മുടെ ശരീരത്തിന്റെ രോഗത്തെ ചികിത്സിക്കാൻ നിരവധി വൈദ്യന്മാർ ഇവിടെയുണ്ട്. ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം വൈദ്യന്മാരുണ്ട്. പക്ഷേ ഈ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ ചികിത്സിക്കാൻ സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ വരണം. അപ്പൊ ഗുരു അവതരിച്ചത് എന്തൊക്കെ രോഗങ്ങളായിരുന്നു സമൂഹത്തിനുണ്ടായിരുന്നത് അതിനെ ചികിത്സിക്കാനാണ്. ഒന്ന് പറയാമോ? എന്തൊക്കെ രോഗങ്ങളാണ്? അന്നത്തെ രോഗങ്ങൾ തന്നെ ഇന്നും ഉണ്ട്, മാറിയിട്ടില്ല. 850 കോടി കുടിച്ചു അല്ലെ? 50 കോടി കൂടുതൽ കുടിച്ചു. സന്തോഷം അല്ലെ? സന്തോഷമായി നമുക്കൊക്കെ. ഇനിയും അതിലേറെ എത്ര ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കലഹങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരുന്നു. മദ്യം ഒരു വിപത്തായി കുടുംബങ്ങളിലേക്ക്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആൺകുട്ടികളുടെ നേരെ നോക്കി ഞങ്ങൾ പറയുമായിരുന്നു, സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവരെ തുറന്നു പറയുമായിരുന്നു, ടീച്ചറെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്, വിഷുവിനൊക്കെ അച്ഛൻ തരണതാണ്. അങ്ങനെയൊക്കെ പറയുന്ന ചെറിയ സംഭാഷണങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ പോരെ, ഈ സൈഡിലേക്ക് നോക്കണം. മദ്യം രുചിച്ചിട്ടുള്ളവരെ എഴുന്നേക്കാൻ പറഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ എഴുന്നേക്കുന്ന ഇപ്പൊ പെൺകുട്ടികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു തലമുറയ്ക്ക് ജന്മം നൽകേണ്ട ശ്രേഷ്ഠ ജന്മങ്ങളാണ് പെൺകുട്ടികൾ. അവര് പോലും മദ്യത്തിനും മയക്കുമരുന്നിലേക്കൊക്കെ നടന്നു നീങ്ങുമ്പോൾ ഈ ഗുരുവിന്റെ ദർശനം നമ്മൾ പഠിക്കണ്ടേ? വഴിയും വഴികാട്ടിയും വിളക്കുമൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റാനായിട്ട് ഗുരുവിന്റെ ദർശനം പഠിക്കണം. ഒരു കോലതിരേശസ്തവം എന്ന ഒരു കൃതിയിലെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതിൽ ഗുരു പറയാണ്, ഈ ലോചനമാതിന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഭഗവാനെ, എന്റെ പഞ്ചേന്ദ്രിയങ്ങള്, എന്റെ കണ്ണ് വേണ്ടാത്തടത്തേക്കൊക്കെ നോക്കാൻ പോയാൽ, എന്റെ നാവ് വേണ്ടാത്ത രുചികൾ രുചിക്കാൻ പോയാൽ, എന്റെ ചെവി വേണ്ടാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ പോയാൽ, എന്റെ ത്വക്ക് വേണ്ടാത്ത സ്പർശങ്ങൾ തേടി പോകുമ്പോൾ ആലാക്കിലുടൻ സന്മതി തോന്നണേ. ഇത് നിനക്ക് വേണ്ട എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു ശക്തി പറയണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മള് ഈശ്വരൻ എന്താന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നീ പണമുണ്ടാക്കുക നല്ല പഠിപ്പിച്ചു കൊടുക്കണ്ടേ. നീ നല്ലൊരു മകനായി ജീവിക്കോ, നല്ലൊരു മകളായി ജീവിക്കോ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുള്ളതെല്ലാം ഗുരുവിന്റെ ദർശനത്തിലുണ്ട്. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും
ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങ് വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. എന്റെ ഇന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ചലിക്കേണ്ടത് നല്ല മാർഗത്തിലൂടെ ആയിരിക്കണം, നന്മയിലേക്കായിരിക്കണം എന്ന് നമ്മുടെ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ ഏതൊരു ചീത്ത സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള ഉൾവിളി അവർക്ക് ഉണ്ടാകുമ്പോഴും ഉള്ളിലിരുന്നു കൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യം, ശക്തി ഉണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജന്മം മുഴുവൻ അലഞ്ഞൊന്നും സമ്പാദിക്കേണ്ട. അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആധ്യാത്മിക വിദ്യ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നും വേണ്ട, ഈ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളോട് പറഞ്ഞല്ലോ 1888 കേട്ടോ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. ഗുരുവിന്റെ അവതാരം 1855 ഇവിടെ 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്തിനായിരുന്നു? എന്തുകൊണ്ടാണ് ഗുരു അരുവിപ്പുറത്ത് മഹാശിവരാത്രി നാളിലെ പ്രതിഷ്ഠ നടത്തിയത്? എന്തുകൊണ്ടാണ്? ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട്, ക്ഷേത്രങ്ങളുടെ ചുറ്റുമതിലിന്റെ അടുത്ത് ചെന്നിട്ട് ഇതിന് പ്രസാദം വാങ്ങണമെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ ഒന്നും അറിയില്ലാത്ത കൊണ്ട് പറയാം, ഇങ്ങനെ പിടിക്കും, അപ്പൊ അവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കും. ആ എറിയല് കണ്ടപ്പോഴാണ് ഗുരു പറഞ്ഞത്, ഈ തൊട്ടുകൂടായ്മയെ നമ്മള് സ്പിരിച്വാലിറ്റി കൊണ്ട് തന്നെ, ഈ ആധ്യാത്മികത കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്രതിവിധി അത് മാത്രമാണ് എന്ന് കണ്ടിട്ടാണ് എല്ലാവർക്കും ആരാധന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അരുവിപ്പുറത്ത് അവിടുന്ന് മഹാശിവരാത്രി നാളിൽ പ്രതിഷ്ഠ നടത്തിയത്. ശിവനെ പ്രതിഷ്ഠ 2 പ്രതിഷ്ഠകൾ മാത്രമാണ് ഗുരുവിന്റെ സ്വമനസ്സോടുകൂടി ഗുരുവിന്റെ സങ്കല്പത്തിന് ഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒന്ന് അരുവിപ്പുറവും ഒന്ന് ശിവഗിരി ശാരദാ പ്രതിഷ്ഠയും. ബാക്കിയുള്ളതെല്ലാം ഓരോ പ്രദേശത്തെയും ഭക്തന്മാർ ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ കാലഘട്ടത്തിലെ നമ്മൾ പറഞ്ഞല്ലോ, രോഗത്തെ ചികിത്സിക്കാനാണ് ഗുരു അവതരിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രോഗം എന്തായിരുന്നെന്നറിയോ? ഈശ്വരൻ എന്താണെന്ന് അറിയില്ലാത്തൊരു രോഗമുണ്ട് നമുക്ക്, ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. ഭക്തി എന്താണ്, ഈശ്വരൻ എന്താണ് എന്ന് നമുക്കറിയില്ല. അത് തന്നെയാണ് ശ്രീനാരായണ ധർമ്മം എന്ന കൃതി 1925 നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് വളരെ വ്യക്തമായി ഗുരു പറഞ്ഞു കൊടുത്തിട്ടുള്ള ശിഷ്യഗണങ്ങൾ പകർത്തി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. 100-ാം വർഷം ആഘോഷിക്കുക. നമ്മുടെ ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിൽ അറിയാതെ കരഞ്ഞു പോകും. നമ്മൾ പഠിക്കില്ല, അറിയില്ല, മനസ്സിലാക്കില്ല. ഇപ്പൊ പ്രസംഗം കേട്ടാൽ തന്നെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു, ഒരു ചെവി കൊണ്ട് കേട്ട് ഒരു ചെവി കൊണ്ട് കളഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ഈ ഗുരുവിനെ പ്രാർത്ഥിക്കേണ്ടതും പഠിക്കേണ്ടതും നമ്മൾ ഗുരുമണ്ഡപങ്ങളിൽ വെച്ചല്ല. ഇവിടുന്ന് ഗുരുവിനെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് പോകണം. ആ ഗുരുവിന്റെ ദർശനം എന്താണെന്ന് അന്വേഷിക്കണം, പഠിക്കണം. ഗുരു എന്താണ് പറഞ്ഞതെന്ന് പഠിക്കണം. ശാസ്ത്രത്തിന് മുൻപേ ജപിച്ച ഋഷീശ്വരനാ ഗുരു. അറിയോ? ഈ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും അതിനു മുമ്പ് തന്നെ എന്താണ് അതിന്റെ സത്യമെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവിന്റെ അദ്വൈത ദീപികയൊക്കെ എടുത്ത് പഠിക്കണം. ആത്മോപദേശ ശതകം പഠിക്കണം. ദർശനങ്ങളുടെ മാലയായ ദർശനമാല പഠിക്കണം. വേദത്തെ ആകെ 24 സൂത്രങ്ങളിലാക്കി വേദാന്ത സൂത്രം രചിച്ച് തന്നിട്ടുണ്ട് ഗുരു. എന്തിനാണെന്ന് അറിയില്ല. നമ്മളിതൊന്നും ഗുരുവിന്റെ പ്രാർത്ഥനാ മഞ്ജരി പോലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആലുവയിൽ ചെന്നപ്പോ, ഇന്നലെ വൈകിട്ട് അവിടെയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഗുരുവിനെ പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക് എന്താന്ന് വെച്ചാൽ, ഗുരുവിന്റെ കൃതിയൊക്കെ ഞങ്ങൾ ചൊല്ലാറുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോ പഠിക്കുന്ന ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി, നാരായണീയം പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് കിട്ടിയ ഉത്തരം. ഭഗവത്ഗീതയും നാരായണീയം ഒന്നും പഠിക്കണ്ടെന്ന് ആരും പറയില്ല. ഭാരതത്തിന്റെ അധ്യാത്മ ഗ്രന്ഥങ്ങളാണ് അതൊക്കെ പഠിക്കണം. പക്ഷേ നമ്മൾ അറിയണ്ടേ, ഗുരു 64 കൃതികളിലായി നമുക്ക് തന്നത് എന്താന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പൗരാണിക ഭാരതത്തിന്റെ വിശിഷ്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ 4 വേദങ്ങൾ. അത് കൃതയുഗത്തിൽ ഉണ്ടായതാണ്. ആ വേദങ്ങള് പരമമായ സത്യത്തെ
ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു തരുന്ന ഉപനിഷത്തുക്കളിൽ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിലും നിന്നിലും സമസ്ത ചരാചരങ്ങളിലും ഇരിക്കുന്ന ആത്മസ്വരൂപം ആ ഏകമായ ഈശ്വരന്റെ ചൈതന്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വേദങ്ങൾ. ആ വേദതത്വം മനുഷ്യ മനസ്സിലേക്ക് മനസ്സിലാകാതെ വന്നപ്പോഴാണ് അത് ഇതിഹാസമായി രാമായണവും മഹാഭാരതവുമായി. രാമായണം രചിച്ചത് ആരാ മക്കളെ? വാൽമീകി മഹർഷി. മഹാഭാരതം രചിച്ചതോ വേദവ്യാസൻ, അല്ലെ? അപ്പൊ ഇവിടെ വേദവ്യാസനെ കുറിച്ച് ഗുരു വളരെ പരാമർശങ്ങൾ നമുക്ക് വേദവ്യാസനെ ഗുരുവിന്റെ കൃതികൾ ഗുരു സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്. നമുക്കറിയില്ല ഏതാണ് ഭാരതത്തിന്റെ ഹൈന്ദവരുടെ പ്രാമാണികമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും, ചിലർ പറയും ഭഗവത്ഗീതയാണെന്ന് പറയും, ചിലർ നാരായണീയമാണെന്ന് പറയും, ചിലര് ഭാഗവതാണെന്ന് പറയും. അങ്ങനെ പല പല ഗ്രന്ഥങ്ങൾ. ഏതാ മക്കളെ? നമുക്ക് അറിയില്ല, അല്ലേ? അറിയില്ല. ക്രൈസ്തവരുടെ വിശിഷ്ട ഗ്രന്ഥം ഏതാ? അത് നമുക്കറിയാം, അല്ലെ? നമുക്ക് അറിയുകയില്ല. ഇസ്ലാമിന്റെയോ? ഖുർആൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കഴിയുമ്പോൾ ഞാൻ അവസാനം ഈ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് എനിക്ക് ആൻസർ കിട്ടുന്നു കേട്ടോ. അതായത് വേദം, 4 വേദം, ഒന്നായ വേദത്തെ 4ആക്കി ഡിവൈഡ് ചെയ്തത് വേദവ്യാസന്. 4ആക്കി ആ വേദതത്വത്തെ തന്നെയാണ് ഇതിഹാസവും പുരാണവുമാക്കി കഥകൾ കൂട്ടിച്ചേർത്ത്. അതായത് നമ്മളെ ഡയറക്റ്റ് സത്യം പറഞ്ഞിട്ട് മനസ്സിലാകാതെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിപ്പിക്കൂലേ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് തിയറി മനസ്സിലാവില്ലേ? അതുപോലെ ഈ തിയറി മനസ്സിലാകാതെ വന്നപ്പോൾ, തത്വം മനസ്സിലാകാതെ വന്നപ്പോൾ അത് കഥകൾ, രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കൗസല്യയുടെയും കൈകയുടെയും ഒക്കെ കഥകൾ കൂട്ടിച്ചേർത്തിട്ട് ഉപദേശത്തിലും ആ ആഖ്യാനത്തിലും ഒക്കെ ഈ തത്വം കൂട്ടിവെച്ചു. നമ്മൾ എന്ത് ചെയ്തു? കഥ മാത്രം പഠിച്ചു, പഠിക്കേണ്ടത് പഠിച്ചില്ല. രാമൻ സീതയുടെ ആരാ? എന്നാലും ആ മന്ദര ചെയ്തത് ശരിയായോ? അല്ലേ? മന്ദര ചെയ്തതിന്റെ രാമൻ നടന്നതിന്റെ ഒക്കെ തത്വം എന്തെന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. തത്വം നമ്മൾ കളഞ്ഞു. മഹാഭാരതവും അങ്ങനെ തന്നെ വേദതത്വങ്ങൾ ഉള്ളടക്കി വെച്ച് കഥാരൂപത്തിൽ വെച്ചു. ഇനി അതിലും മനസ്സിലാകാതെ വന്നപ്പോൾ കൂടുതൽ കൂടുതൽ ഉപകഥകൾ ചേർത്ത് വെച്ചുകൊണ്ട് 18 പുരാണങ്ങൾ ഉണ്ടാക്കി. അതും ബേസ് വേദമാണ്. ഇതിലും തൃപ്തി വരാതെ വേദവ്യാസൻ ഭാഗവതം ചമിച്ചു. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിലാ ഉള്ളതെന്ന് പറയാമോ? ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന അധ്യായത്തിലെ ഭഗവത്ഗീത അല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മഹാഭാരത. ഭഗവത്ഗീത ഒരു വിശിഷ്ട ഗ്രന്ഥമല്ല. അത് എന്തിന്റെ ഭാഗമാ? മഹാഭാരതത്തിന്റെ ഒരു അധ്യായമാണ് കേട്ടോ ഭഗവത്ഗീത. അതിനകത്ത് എന്താണോ വേദത്തിന്റെ തത്വം അത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ, അതും പോരാതെ വേദവ്യാസൻ എന്ത് ചെയ്തു? വേദത്തെ ആകെ സൂത്രരൂപങ്ങൾ, നമ്മൾ ഇക്വേഷൻസ് പഠിക്കില്ലേ മാത്സിലൊക്കെ, അതുപോലെ സയൻസിലൊക്കെ പഠിക്കില്ലേ, അതുപോലെ വേദത്തെ ആകെ, പണ്ട് പകർത്തി എഴുതുന്ന രീതികള് അല്ലെങ്കിൽ റൈറ്റിംഗ് വാസ് നോട്ട് ഇൻവെന്റഡ് അറ്റ് ദാറ്റ് പീരീഡ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ഗുരുവിന്റെ മുഖത്ത് നിന്ന് ശിഷ്യന്റെ മുഖത്തേക്ക് നേരിട്ട് അവർ ചെവിയിലൂടെ അങ്ങ് കേട്ട് അവർ ഉള്ളിലേക്ക് എടുക്കണേ. നമ്മൾ നോട്ട് എഴുതിയല്ലേ പഠിക്കണേ. ഇത് ബൈ ഇയർ അവർ നേരിട്ട് കേൾക്കുക. അങ്ങനെ കേട്ട് ഓർമ്മിച്ച് വെച്ചുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി വേദത്തെ സൂത്ര രൂപത്തിലാക്കിക്കൊണ്ട് 555 സൂത്രങ്ങളാക്കി ബ്രഹ്മസൂത്രം രചിച്ചു വേദവ്യാസൻ. മനസ്സിലാകുന്നുണ്ടോ? അതും വേദത്തിന്റെ ബേസാണ്. ഇങ്ങനെയൊക്കെ രചിച്ചിട്ടും മതിയാകാതെ ഭാഗവതം രചിച്ചു, ഭക്തിക്ക് പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട്. ഞാൻ പറയുന്ന എന്തിനാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എല്ലാത്തിന്റെയും ബേസ് എന്താ? വേദമല്ലേ? ഇപ്പൊ വാട്ട് ഇസ് ദി ഹോളി ബുക്ക് ഓഫ് ഹിന്ദുസ് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? വേദങ്ങൾ, അല്ലെ? അധികം ഉത്തരം ഇനി പറയരുത്. എന്ത് പറയും? വേദങ്ങൾ എന്ന് പറയുന്നു. അതിന്റെ തത്വം തന്നെയാണ് ഇതിൽ എല്ലാത്തിലും വെച്ചിരിക്കുന്നത്. നാരായണീയമാണെങ്കിൽ ഭാഗവതത്തിന്റെ ഏറ്റവും അവസാനം വ്യാസൻ രചിച്ച ഭാഗവതത്തിന്റെ സന്ദേശമാണ്. അപ്പോൾ എല്ലാത്തിന്റെയും പൊരുൾ വേദമാണെങ്കിൽ ഈ വേദത്തെ ആറ്റിക്കുറുക്കി അതിന്റെ തത്വം, ഈ ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമോ ഇതൊക്കെ ആയിക്കൊള്ളട്ടെ. ഈ ദേവി എന്ന് പറയുന്നത് ജഗദീശ്വര ശക്തിക്കാണ് ദേവി എന്ന് പറയുന്നത്. നമ്മുടെ മനഃശക്തി, കേൾവി ശക്തി, കാഴ്ചശക്തി, ഇന്ദ്രിയ ശക്തി, വിശക്കുമ്പോൾ ദഹനശക്തി, ശക്തി കൂട്ടിയല്ലേ നമ്മൾ പറയുന്നത്, അല്ലെ? ഈ ശക്തിക്കാണ് ദേവി എന്ന് പറയുന്നത്.
അത് സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു രൂപത്തിൽ തരാൻ വേണ്ടി പറയുന്നതാണ്. ദൈവങ്ങൾക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നും ഇല്ല, ഒറ്റ ലിംഗേ ഉള്ളൂ, നപുംസക ലിംഗം. ഒന്നിലും പെടാത്തതാ. നമുക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദേവി എന്ന് പറഞ്ഞ ശക്തിയാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും പൊരുൾ ആറ്റി കുറുക്കി 64 കൃതികളിലാക്കി ഗുരുദേവൻ തന്നിട്ടുണ്ട്. ഒരു ഭാഗവതം അലയണ്ട, ഒരു നാരായണീയത്തിൽ അലയണ്ട, ഒരു രാമായണത്തിൽ അലയണ്ട, ഇതിലൊക്കെ നിങ്ങൾ പൊക്കോ. പക്ഷെ ഇതിന്റെയൊക്കെ സാരമടക്കിയ 64 കൃതികൾ നമ്മുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏത് മൂലയിലാണ് അത് ഇട്ടേക്കുന്നത്? നമ്മൾ രാമായണം വെച്ച് പൂജിക്കുന്നിടത്താണോ വെച്ചേക്കണേ? ഇവിടുന്ന് പോകുമ്പോൾ ചിന്തിച്ചുകൊണ്ട് പോവുക. 555 സൂത്രങ്ങളാക്കി വേദത്തെ പകുത്ത് വേദവ്യാസൻ രചിച്ചപ്പോൾ വെറും 24 സൂത്രങ്ങളിലാക്കി വേദത്തെ തിരിച്ചു തന്ന മഹാഋഷി അദ്ദേഹമൊന്നും പറയാൻ പാടില്ല ഗുരുവിനെ. ഗുരു പറഞ്ഞത് തന്നെ നാം ശരീരമല്ല അറിവാകുന്നു എന്നാ പറഞ്ഞത്. ശരീരവും കടന്ന് ശരീരത്തിനതീതമായ ചൈതന്യമായ മഹാപുരുഷനെ നാം ഇപ്പോഴും നേരായ രീതിയിൽ അറിഞ്ഞിട്ടില്ല, അല്ലെ? നേരിട്ട് കണ്ടവരാരും അങ്ങേ നേരായി അറിഞ്ഞില്ല തന്നെ എന്ന് തന്നെയാണ് സത്യം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഗുരുവിന്റെ ദർശനം നമ്മളിലേക്കാണ് നീളുന്നത്, പുറത്തേക്കല്ല, അകത്തേക്കാ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വിടുന്നില്ല. ഭക്തി ഏറെ വികലമാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഗുരു അവതരിക്കുന്നത്. അധമാരാധന ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മദ്യവും മാംസവും വെച്ചുകൊണ്ട് ആ സാധു മൃഗങ്ങളുടെ ദീനരോധനങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്ങിക്കേട്ട കാലത്ത് ഗുരു പറഞ്ഞു, പ്രാണിഹിംസ ചെയ്യരുത്, ജന്തുക്കളെ ബലിയർപ്പിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോകരുത്, തൊഴരുത്. ഗുരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് സാത്വിക ദൈവങ്ങളെ ഓരോ ഭക്തന്റെയും ആഗ്രഹമനുസരിച്ച് പ്രതിഷ്ഠിക്കുമ്പോഴും അവിടുന്ന് പറയാൻ മറന്നില്ല, ഇത് നാമവും രൂപവും മാത്രമാണ്, ഇതിനപ്പുറം നിങ്ങൾ കടക്കണം, ആ കടക്കൽ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഇഷ്ടപ്പെട്ട ദേവത ഏതാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ധാരാളം ഉണ്ടല്ലേ. ശിവനുണ്ട്, കൃഷ്ണനുണ്ട്, വിഷ്ണുവുണ്ട്, ദേവി ഉണ്ടല്ലേ. മോൾക്ക് ആരെ ഇഷ്ടം പ്രാർത്ഥിക്കാനായിട്ട്? സരസ്വതിയാണ് അല്ലെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രൂപമുണ്ട്. അപ്പൊ നമുക്ക് ഈ രൂപത്തിനെയാണ് ആരാധന ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഗുരു രൂപം തന്നു. ഗുരു ഒരു കാര്യം പറഞ്ഞു, സർവാശ്രയമെങ്ങും നിറയുന്നോ നബിഭക്തർക്ക് വാറൊരു രൂപം ഭജനത്തിനുദരിപ്പോൻ ആലസ്യമൊഴിച്ചപ്പരബോധം തരണം മേ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. നമ്മളൊക്കെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളാ ഭക്തിയുടെ കാര്യത്തിൽ. പ്രൈമറി പോലും ആയിട്ടില്ല, പ്രീ KG ആണ്. ദൈവത്തെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമുക്കൊരു രൂപം തന്നു. എന്നിട്ട് നീ ഇതാണ് ദൈവമെന്ന് ധരിക്കല്ലേ, ഇതാണ് ദൈവം നീ ധരിക്കരുത്, ഇതിനപ്പുറം പോകണം. ആലസ്യമൊഴിച്ച് പരബോധത്തിലേക്ക്, പരമമായ ചൈതന്യത്തിലേക്ക് എത്തണം. ആ ചൈതന്യം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാ. ക്ഷേത്രത്തിൽ ചെന്നിട്ട് എന്റെ ദൈവമേ എന്ന് പറയണത് എല്ലാവരും കേൾക്കുക ഉറക്കെയാണോ? പതുക്കെയല്ലേ പറയുന്നത്. അപ്പൊ ആരെ കേട്ടെ? ഉള്ളിലിരിക്കുന്ന ചൈതന്യം കേട്ട അല്ലേ? ക്ഷേത്രത്തിൽ ചെന്ന് നട തുറക്കുമ്പോ കണ്ണടച്ചിട്ടല്ലേ എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവം എവിടെ ഇരിക്കുന്നത്? ഉള്ളിലായിരിക്കുന്നത്, പുറത്തല്ല. ഈ അറിവ് ഗുരു നമുക്ക് തരണത്. ഒരു ഇത്തിരി പോന്ന മനുഷ്യനെ ജപം, ധ്യാനം, പ്രാർത്ഥന ഇവയിലൂടെ ഉയർത്തി ആ ഒരു വിശ്വമാനവികനാക്കി മാറ്റാനുള്ള ദർശനമാണ് ഗുരുവിന്റെ ദർശനം. അത് നമ്മൾ പഠിക്കണം. അത് പ്രതിഷ്ഠകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തൃശ്ശൂർ കാരമുക്കിൽ എത്തിയപ്പോൾ അവിടുന്ന് വിഗ്രഹങ്ങൾക്ക് പകരം 3 കവരയിട്ട വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഗുരു പറയുകയാണ്, ഇത് മതി, വെളിച്ചം വരട്ടെ, ഇരുട്ട് പോകട്ടെ. ഇപ്പൊ എന്തിനാ ഭക്തി? ഉള്ളിലെ ഇരുട്ട് പോണം. ഇരുട്ട് പോയിട്ട് എന്ത് വരണം? വെളിച്ചം വരണം. വെളിച്ചമുള്ള ഒരു ആത്മസ്വരൂപത്തെ, ഒരു വിലമതിയാത്ത വിളക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരുന്ന് എരിയുന്നത് കൊണ്ടാണ്, ആത്മവിളക്ക് എരിയുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ഒക്കെ അറിയാൻ സാധിക്കുന്നത് എന്ന് നമ്മളെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. 60-70 വയസ്സാകുമ്പോൾ ഏതെങ്കിലും അമ്മമാരിരുന്ന് കേട്ട് സായുജ്യം അടയുന്നതല്ല സ്പിരിച്വാലിറ്റി. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പഠിക്കലാണ്. നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ നമ്മളെ പഠിപ്പിക്കും, ഈ ലോകത്തിലുള്ള എല്ലാം പഠിപ്പിക്കും. പക്ഷെ അവനവനെ കുറിച്ചുള്ള ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കില്ല.
ആധുനിക മനഃശാസ്ത്രം തന്നെ പറയും 3 തരത്തിലുള്ള കോഷ്യന്റ് ഒരു കുട്ടിക്ക് ഉണ്ടാകണം: IQ, EQ ആൻഡ് SQ. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോഷ്യന്റ് ആണ്. ബുദ്ധിപരമായ വികസനം ഉണ്ടാകണം. ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ഭൗതികമായ അറിവുകൾ നമുക്ക് വേണം. EQ വേണം, ഇമോഷണലി കോഷ്യന്റ് ആകണം നമ്മുടെ മക്കള്. ഒന്ന് വഴക്ക് പറഞ്ഞാൽ കയറെടുക്കരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അതിനെന്ത് വേണം? തെറ്റുകൾക്ക്, ചെറിയ ചെറിയ തെറ്റുകൾക്ക് അപ്പൊ തന്നെ ശകാരിച്ചുകൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടും അവരുടെ മൈൻഡിനെ സ്റ്റേബിൾ ആക്കണം. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു ഈർക്കിലി എടുത്തു പോലും തല്ലിയിട്ടില്ല എന്ന് പറയാറുണ്ട് അല്ലേ? വലിയ തെറ്റ് വരുമ്പോ ഒരു അടി കൊടുക്കുമ്പോ ചിലപ്പോ പിറ്റേ ദിവസം കുഞ്ഞ് വീട്ടിൽ കാണില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛനും അമ്മയും വളരെ ശ്രദ്ധയോടെ വേണം മക്കളെ വളർത്താൻ. ഈ കാലഘട്ടത്തിൽ പറ്റുമെങ്കിൽ കൈ പിടിച്ച് കൊണ്ടുവന്ന്, ഞാൻ ഇപ്പോൾ കഴിഞ്ഞത് രാവിലെ പോയത് കുറുപ്പന്തറ എന്ന സ്ഥലത്താണ്. വലിയ ജനങ്ങളുള്ള ഒരു വേദിയിൽ നിന്നാണ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവിടെയൊക്കെ കുഞ്ഞു മക്കളെയും പിടിച്ചുകൊണ്ട് അമ്മമാർ, നിറഞ്ഞ വേദിയായിരുന്നു. കുടുംബത്തിലെ എല്ലാ ശാഖകളും എത്തിയിരുന്നു. 2 മണിക്കൂർ സംസാരിച്ചിട്ടും ശാഖാ പ്രസിഡന്റ് എന്നോട് വന്നിട്ട് പറയാണ്, ഒരു 20 മിനിറ്റ് കൂടി സംസാരിക്കാമോ? എന്തിനാത്? മനുഷ്യ മനസ്സുകളിലേക്ക് വെളിച്ചം വീശണം. അതിനു വേണ്ടിയിട്ടാ, ഈ ഗുരുവിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നാം പറഞ്ഞത് ഈ IQ, EQ, ഇമോഷണലി കോഷ്യന്റ് ആക്കണം നമ്മുടെ മക്കളെ. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞു തന്നെ ഇരിക്കണം. അടി കൊടുക്കേണ്ടതെടുത്ത് അടിച്ച്, നിങ്ങളെ കൊടുക്കേണ്ടത് കൊടുത്തും പറയേണ്ടത് പറഞ്ഞും. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചൊന്ന് കൊണ്ടുപോയൊക്കെ പഠിപ്പിച്ച് വളർത്തി ഒക്കെ എടുക്കണം. പഠനം എന്ന് കരുതി അമ്പലത്തിലേക്കൊക്കെ വരാൻ പറഞ്ഞ് ഇത്തിരിയൊക്കെ മടിയുണ്ട്. പിന്നെ കേട്ടും പറഞ്ഞും ഒക്കെ തൊഴുവൊക്കെ ചെയ്യും. പക്ഷെ വളരെ ചെറിയ പ്രായത്തിലെ നമ്മൾ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ അവർ തൊഴണ്ട, അവർ എവിടെയെങ്കിലൊക്കെ കണ്ടിരുന്നോട്ടെ, എന്നാലും ആ ഒരു സംസ്കാരം, ആ സീഡ് നമ്മൾ അവിടെ വിതയ്ക്കുന്നുണ്ട് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ ഗുരുവിനെയൊക്കെ കേൾക്കാനായിട്ട് കൈ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തണം. ചീത്തയും പോവില്ല. ഒരു കൗൺസിലിങ്ങിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകേണ്ടി വരില്ല. ഒന്നിനും നിങ്ങൾ കൊണ്ടുപോകില്ല. അതിൻ്റെ എല്ലാ സകലതും ഗുരുവിന്റെ ദർശനത്തിൽ അടങ്ങിയിട്ടുണ്ട്. IQ പറഞ്ഞു, EQ പറഞ്ഞു, അടുത്ത SQ, സ്പിരിച്വൽ കോഷ്യന്റ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാത്ത ഒന്നാണ് സ്പിരിച്വൽ. എന്നിട്ട് ആധുനിക മനഃശാസ്ത്രം പറയാണ് IQ, EQ ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് SQ ആണ്. SQ ഉള്ള കുട്ടിക്ക് സ്പിരിച്വലി ഒരു അച്ഛനും അമ്മയും മക്കളെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരൻ അതിനുള്ള പരിഹാരവും തരും എന്ന് ഈശ്വരനിൽ സമർപ്പിക്കാൻ അവർ പഠിക്കും. അവർ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ ആത്മഹത്യയിലേക്കോ തിരിയില്ല. നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുള്ളൂ. അത് നിങ്ങളുടെ കുട്ടികളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോ. ആധ്യാത്മികതയുള്ള കുട്ടികൾക്ക് ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാവും. ഇനി ഭക്തിയെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും അധികം വികലമാക്കപ്പെട്ട കാലം 1925 ശ്രീനാരായണ ധർമ്മം രചിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരണം വരെയുള്ള എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതില് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 5 വയസ്സിനുള്ളിലുള്ള പ്രായത്തിൽ കുഞ്ഞിനെ ദേവനായി വളർത്തണം എന്നാ പറയാ. 5 വയസ്സ് കുഞ്ഞിന്റെ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ, അവര് ശ്രദ്ധയോടെ കേൾക്കണത് അവരുടെ ജീവിതത്തിലേക്ക് അവരത് അപ്ലൈ ചെയ്യുന്നു. നമ്മളൊന്നും അറിയാതെ വളർന്നു. പക്ഷെ ഇതുപോലെ കുഞ്ഞു മക്കളെ കിട്ടിയപ്പോ എനിക്കോട് എന്റെ പ്രഭാഷണത്തിന്റെ വഴി തന്നെ മാറിപ്പോയി. കുഞ്ഞുങ്ങളാണല്ലോ നാളെ ഇവിടെ ജീവിക്കേണ്ടവര്, അവരാണല്ലോ ഇതിനൊക്കെ വഴികാട്ടിയായി ഇതിനെയൊക്കെ നയിക്കേണ്ടവര്. അപ്പോൾ 5 വയസ്സ് വരെ കുഞ്ഞിനെ ദേവനായി വളർത്തണം എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. 5 വയസ്സിനുള്ളിൽ കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് അവൻ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയോ നിങ്ങൾ അവന്റെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലാത്തത് പറയാനോ പാടില്ല. ശ്രേഷ്ഠനായി അവനെ വളർത്തണം. ശുചിത്വം പഠിപ്പിക്കാം, ഭക്തി പഠിപ്പിക്കാം, അനുസരണ പഠിപ്പിക്കാം, എല്ലാം. അത് പഠിച്ച് 5 വയസ്സ് വരെ നമ്മൾ കൈപിടിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ബസ്നാലോസി പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് നിങ്ങൾ ചെകുത്താന്റെ മുന്നിലേക്ക് അവനെ ഇട്ട് കൊടുത്താലും ഒരു ശക്തിക്കും അവനെ ചീത്തയാക്കാൻ പറ്റില്ല. അവന്റെ വേറെ ഡീപ്പ് റൂട്ടഡ് ആണ്. പിന്നെ പോവില്ല, ചീത്തയായിട്ട് പോവില്ല. പക്ഷെ നമുക്കതിന് സാധിച്ചിട്ടില്ല. നമുക്കതിന് അറിവില്ല. പിന്നെ ഗുരു എല്ലാം അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ എന്തായിരിക്കണം അമ്മയുടെ ചിന്തകൾ? ആ ഗർഭിണിയുടെ ചിന്തകൾക്ക് ആ കുഞ്ഞിന്റെ ജീവിതവുമായി വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങൾ ആ മുറിയിൽ പോലും വയ്ക്കരുതെന്ന് പറയും. എത്ര ശ്രേഷ്ഠതയോടെയാണ് ഗുരു ഒരു പിതാവിനെ പോലെ, ഒരു ജനകനെ പോലെ, അച്ഛനെ പോലെ, എന്ത് ക്ഷേമചിന്തയാണ് ഗുരുവിന്. ഇതൊക്കെ തന്നിട്ട് നമ്മള്
ഇതൊന്നും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഒന്നുമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഗുരു എല്ലാം പറയേണ്ടതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ ഒരുങ്ങുന്ന മാതാവ് ശ്രദ്ധിക്കേണ്ട കാര്യം, ജന്മം നൽകിക്കഴിഞ്ഞ 6 മാസത്തിനുള്ളില് കുഞ്ഞിന് പേരിടണം. 15 ദിവസം കഴിയാതെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. പേരിടുമ്പോൾ സുവജം, സുസ്രവം, അല്പാക്ഷരം, അർത്ഥവത്. നല്ല പേരായിരിക്കണം. 3 അക്ഷരത്തിൽ കൂടുതൽ പേര് വരാനേ പാടില്ല. വിളിക്കാൻ എളുപ്പമായിരിക്കണം, കേൾക്കാൻ എളുപ്പമായിരിക്കണം, അല്പാക്ഷരമായിരിക്കണം, അർത്ഥമുണ്ടാകണം. അല്ലേ? ഋഷഭം എന്നൊക്കെ ഇടും, പോത്തെന്നൊക്കെയാ അർത്ഥം. ഋഷഭ് എന്നാണ് പേരിടുന്നത്. എന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷഭത്തിന്റെ പര്യായം എന്താ? പോത്തുന്ന. ആ കുഞ്ഞിനെ ജീവിത അവസാനം വരെ നമ്മൾ വിളിക്കുന്ന ഇന്ന് പോത്തേ പോത്തേന്ന. ക്ലാസ്സിൽ A+ ആരാ മോനെ നിനക്ക് ഈ പേരിട്ടേ ചോദിച്ചാൽ എന്റെ അമ്മ അച്ഛനും. അല്ലേ? അപ്പൊ ഗുരു പറയാണ് അല്പാക്ഷരവും അർത്ഥവത്തായ പേരിടണം. അത് നെറ്റ് നോക്കിയല്ല എടുക്കേണ്ടത്. നമ്മൾ ലളിതാ സഹസ്രനാമം നോക്കിക്കോ, വിഷ്ണു സഹസ്രനാമം നോക്കിക്കോ, പിന്നെ പുരാണങ്ങൾ നോക്കിക്കോ, രാമായണം നോക്കിക്കോ, മഹാഭാരതം നോക്കിക്കോ. അതിലൊക്കെ നല്ല സത്തയുള്ള പേരുകളുണ്ട്. വെറുതെ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും നല്ല പേരുകൾ. ഒരു ദൈവത്തിന്റെ പേരൊക്കെ കൂട്ടിയിട്ട് എപ്പോഴും ആ വിളിക്കുമ്പോൾ തന്നെ ഒരു ദൈവം ചെയ്ത് തന്നെ മുന്നിലേക്ക് വരും. അല്ലേ? അപ്പോ ഇങ്ങനെ ഗുരു നമ്മളിലേക്ക് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പഞ്ചധർമ്മങ്ങൾ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. 5ാമത് ധർമ്മമായി ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് മദ്യവർജനം. ശ്രീനാരായണ ധർമ്മത്തിൽ 3ാം സർഗത്തിൽ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നു. 7 ശ്ലോകങ്ങളിലായി മദ്യവർജനത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ 100 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരു മദ്യപാനിയെ അവന്റെ അമ്മയും അച്ഛനും ഭാര്യയും മക്കളും സമൂഹം വരെ വെറുക്കുന്നു. ഒരു മാറാരോഗിയെ കണ്ടാൽ എന്നതുപോലെ അവന്റെ അടുത്തേക്ക് പോലും വരാതെ ഒഴിഞ്ഞു മാറുന്ന മനുഷ്യരെ കുറിച്ച് ഒരു സൂചന തന്നിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മത്തിൽ. അതുകൊണ്ട് ബുദ്ധിക്ക് വികലത ഉണ്ടാക്കുന്നത് കൊണ്ട് ബുദ്ധിയർ വൈകല്യജനകം മദ്യം. ഒരു മദ്യവർജനത്തെ കുറിച്ച് എവിടെയാ പറഞ്ഞേക്കണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ധർമ്മം 3ാം സർഗത്തിലാ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയെ തെളിയിക്കാനല്ലേ നമ്മൾ ജീവിക്കുന്നത്. ബുദ്ധിയെ വികലമാക്കി മന്ദീഭവിച്ചുകൊണ്ട് വികലമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഒരു എന്താ പറയാ, ഒരു മാറാരോഗി എന്നതുപോലെ അവനെ കാണുമ്പോൾ സമൂഹം അകറ്റും. ആ രീതിയിലേക്കായിരിക്കും പതിച്ചു പോകാൻ പോകുന്നത്. അങ്ങനെ 7 ശ്ലോകങ്ങളിലാക്കി ആയി മദ്യവർജനത്തെ കുറിച്ച് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ദൈവം ഗുരുവിന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഭഗവാനെ എന്താണ് ഈ കാലത്തെ അധർമ്മം എന്ന് വെച്ചാൽ ദൈവം എന്തെന്നറിയാതെ യഥാകാമം ചരന്ത്യേകെ ശൗചാചാരാദി വർജിതാഹ അനേക ദൈവവിശ്വാസാത് ഉന്മത്തായിവ സർവത. അനേക ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഉന്മത്തന്മാരെ പോലെ ഓടി നടക്കുകയാണ്. ഗുരു അനേകം ദൈവങ്ങളെ തന്നിട്ടില്ലേ? എന്നിട്ട് ഒരു ദൈവം എന്നല്ലേ പറഞ്ഞത്? ഈ എല്ലാത്തിന്റെയും പൊരുള് ഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുമ്പോഴും പറഞ്ഞു എല്ലാത്തിന്റെയും പൊരുള് ഒന്നാണ്. അത് ഏകമായ ഈശ്വരനെയാണ് എല്ലാ മൂർത്തികളിലും നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തന്നു. ശിവനെ തന്നപ്പോൾ പാർവതി, പിന്നെ ദേവിയെ തന്നപ്പോൾ സുബ്രഹ്മണ്യനെ തന്നപ്പോൾ ശിവന്റെ പാമ്പും ജടയും ഒക്കെ സുബ്രഹ്മണ്യനും വെച്ചിട്ടുണ്ട്. അതുപോലെ ഗണപതിക്കും വെച്ചിട്ടുണ്ട്, ദേവിക്കും വെച്ചിട്ടുണ്ട്. ഗുരു എല്ലാത്തിനും ഒന്നായി തന്നെ കാണുന്നത്. എല്ലാതും നമ്മൾ എത്തിപ്പെടേണ്ട ആ ജഗദീശ്വര ചൈതന്യത്തിന്റെ പ്രതീകമായിട്ടാണ് വിഗ്രഹങ്ങളെ നമുക്ക് ഗുരു തന്നത്. അപ്പൊ പറയാണ്, ശിഷ്യന്മാര് പറയാ ഓടി നടക്കുക. നമ്മൾ അങ്ങനെയല്ലേ? ഓടി നടക്കുകയല്ലേ? ഒരു ഒന്തിത്തിരി കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോലും നമുക്ക് എന്താ പറയാ, ധനമില്ലാത്ത ദേവനെ ആർക്ക് വേണം? നമ്മൾ നേരെ പോകും ധനമുള്ള ക്ഷേത്രത്തിലേക്ക്, അല്ലേ മക്കളെ? ശരിയല്ലേ? ഗുരുവായൂർ പോകണം. അതുപോലെ മറ്റു വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയാൽ നല്ല ആൾത്തിരക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ വൈക്കം ക്ഷേത്രം പോകണം, അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകണം. കാരണം അവിടെ ഇല്ല ധനമുള്ളത്. എന്നിട്ട് ഈ സമ്പാദിച്ച ധനം മുന്നേ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും. ദൈവം പണമൊന്നും വേണ്ട. ഗുരു പറയുകയാണ്, നമ്മളുടെ സമ്പത്തിന്റെ ഒരംശം ദൈവഘടമായിട്ട് കൊടുക്കണം. അത് നമ്മൾ ഏത് പ്രദേശത്ത് ജീവിക്കുന്നോ അവിടെ സമർപ്പിക്കുക. ആ ധനം ആ ദേശത്തിന്റെ വിദ്യാഭ്യാസവും വ്യാവസായികവുമായ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഉറവിടമായ പരമകാരണമായ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന പൈസയൊന്നും വേണ്ട. വേണം?
നമ്മൾ കൊടുത്താലേ ദൈവം ഇങ്ങോട്ട് തരുള്ളതുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഈ ധാരണകളൊക്കെ നമ്മുടെ മാറേണ്ടിയിരിക്കുന്നു. അതാണ് ഗുരുവിനോട് സംശയം ചോദിച്ചത്. ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പൊ ഗുരു ഉത്തരം പറഞ്ഞത് എവിടെയാണെന്നറിയോ? ദൈവചിന്തനം എന്ന കൃതിയിൽ ഗുരു പറഞ്ഞു, കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. നമ്മുടെ അവസ്ഥയാ. എന്റെ കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി. കൽപ്പക വൃക്ഷം എന്താ? നമ്മൾ തെങ്ങിനെ വിളിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കൽപ്പക വൃക്ഷം? അത് ചിന്തിച്ചിട്ടില്ല. തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ സ്വർഗത്തിലുള്ള ഒരു മരത്തിന്റെ സങ്കല്പമാണ് കൽപ്പക വൃക്ഷം. ചോദിക്കുന്നതെല്ലാം തരും. മനസ്സിലാവുന്നുണ്ടോ? ഈ കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി എന്ന് ഗുരു പറഞ്ഞത് എന്താ? ചിന്തിച്ചേ. നമ്മുടെ ഉള്ളിലെ നമ്മൾ ജന്മം കൊടുത്തപ്പോഴേ പഞ്ചഭൂതങ്ങളെ ചേർത്ത് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ട് ആ ഒരു ആത്മവിളക്ക് കൊളുത്തിയപ്പോൾ ഒരു വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ആ വിളക്ക് അവിടെ എരിയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. അതങ്ങ് പോയാൽ പെട്ടെന്ന് നമ്മുടെ ഈ ശരീരം തന്നെ വിളറി വെളുത്ത് കണ്ടാ പേടിയാകും. പേരൊക്കെ മാറ്റും. പ്രേതം എന്ന് പറയും, ബോഡി എന്ന് പറയും അല്ലെ? ഇപ്പൊ ഇന്നേ വരെ പേര് വിളിച്ച ആള് പറയും എപ്പോഴാ ബോഡി കൊണ്ടുവരുന്നേ ചോദിക്കല്ലേ? പക്ഷെ അത് ആ ശരീരത്തിൽ ഇരുന്നപ്പോ നമ്മൾ അതിനെ അറിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കും മക്കളെ, ചിന്തിക്ക്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ ഗുരു പരിചയപ്പെടുത്തി തരണേ. അതാണ് ദൈവമെന്ന ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഓടാനൊന്നും ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി എന്തു ചോദിച്ചാലും തരുന്ന ഒരു ആത്മസ്വരൂപം നമ്മുടെ ഉള്ളിലുണ്ട്. ഏത് ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോഴും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ആ സ്വരൂപത്തോടാണെന്ന് അറിയണമെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു. അവിടെ കൊണ്ടേ നാരങ്ങാവിളക്ക് കത്തിച്ചാലോ അവിടെ കൊണ്ടേ ഒരു ദിവസത്തെ പൂജയൊക്കെ നിങ്ങൾ നടത്തിക്കോ. അത് നമ്മളെ സമർപ്പിക്കുന്നതായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഒന്നും ചോദിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പോയി ഒന്നും ചെയ്യണ്ട. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് മൗൾഡ് ചെയ്തപ്പോൾ ഈ ശരീരത്തിൽ എന്തൊക്കെ നടക്കും, ഭൂതവും ഭാവിയും വർത്തമാനവും വിദ്യാഭ്യാസവും ജനനവും വിവാഹവും സകലതും നിങ്ങളുടെ ജോലി എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ശരീരം മൗൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കർമാനുസാരിയായിട്ടാണ്. നമ്മൾ മരിക്കുമ്പോഴ് നമ്മുടെ ശരീരം മാത്രമേ കത്തിച്ചു കളയുള്ളൂ. അതിൻ്റെ അകത്തൊരു മനസ്സുണ്ട്, സൂക്ഷ്മ ശരീരം. അത് നശിക്കില്ല. അത് നമ്മുടെ കൂട്ടിവെച്ച വാസനയ്ക്ക് അനുസരിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് അത് കൊടുക്കുന്നത് ഉപനിഷത്തുകളൊക്കെ പറയുന്നതാണ്, അധ്യാത്മ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പൊ ഈ ഉള്ളിൽ വെച്ചിരിക്കുന്ന മനസ്സിനെ സംസ്കരിക്കണ്ടേ? അവിടെ പിന്നെ ഈ ശത്രുക്കളോടുള്ള വൈരാഗ്യവും വെറുപ്പും പകയും വിദ്വേഷവും ഒക്കെ കൊണ്ടുനടന്നാൽ ഈ പകയ്ക്കും വിദ്വേഷത്തിനും ഒക്കെയുള്ള പറ്റിയ ഒരു ശരീരത്തിലേക്കാണ് ഈ സൂക്ഷ്മ ശരീരം പോണേ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിനെ ജപധ്യാന പ്രാർത്ഥനാദികളെ കൊണ്ട് തെളിയിച്ചെടുക്കണം. അതിനാണ് ഭക്തി. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഇന്ന് വീട്ടിൽ ചെന്ന് എന്തെല്ലാം കറി ഉണ്ടാക്കണം, എപ്പോഴാണ് ഈ ടീച്ചർ ഒന്ന് നിർത്തണേ, നാളെ എനിക്ക് വിദ്യാലയത്തിൽ പോകണം, ഇതൊക്കെ എനിക്ക് ചിന്ത അല്ലേ? ഒരു നമ്മോട് പറഞ്ഞ എങ്ങനെയാ? ഉണരണം ഇന്നി ഉറങ്ങണം പൂജിച്ചിടണം അശനം പുണരേണമെന്നി വണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരൂപതുള്ളൊരു നിർവികാര രൂപം. 100 ശ്ലോകങ്ങളോട് കൂടി ആത്മോപദേശ ശതകത്തിലെ ഗുരു പറയുക, നമ്മുടെയൊക്കെ ആ ഒരു അവശതയായ അവിവേകത്തെ കുറിച്ച് പറയുക. ഉണരണം. ഒരു 5-5:30 എഴുന്നേറ്റ് അപ്പ ടൈം നോക്കും. അമ്മമാരാണ് അടുക്കളയിൽ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ, എന്താ കറി അല്ലെ, മക്കളെ എങ്ങനെ ഇത്ര നേരത്തെ വിടണം, തിരക്കാണ്. ഉണരണം ഇന്നി ഉറങ്ങണം. ഉറങ്ങുന്നതിനിടയിൽ വരെയുള്ള ജീവിതം നെട്ടോട്ട് ഓടുകയാണ്. അവസാനം ഉറങ്ങും അല്ലെ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജീവിത ഭൗതിക സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ചാക്രികത നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സിൽ ഉണ്ണാനും ഉറങ്ങാനും ഉണരാനും ഒക്കെ ചൈതന്യമായ ഒരു ആത്മവിളക്ക് കത്തിയിരിക്കുന്നത് ഒരു ചോദിക്കേ, ആരറിയുന്നു? ആരുണരുപതുള്ള ഒരു നിർവികാര രൂപം, ആ ആത്മവിളക്കിനെ അറിഞ്ഞുകൊണ്ട് ആ നിർവികാര രൂപം ആയ അതിനെ ഈ ഭൗതികമായ ഒരു ആസക്തിയും നമ്മുടെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ആത്മവിളക്കിനില്ല. ശരീരത്തിനാണ് ഇതെല്ലാം ആവശ്യം. പക്ഷെ ആത്മവിളക്ക് എല്ലാത്തിനും സാക്ഷിയായി ഇവിടെയുണ്ട്. ഇതിനെ അറിഞ്ഞുണരുന്നവർ ഈ ലോകത്തുണ്ടോ? ഇല്ലെന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് ഗുരു പറയാ, ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും
പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം. എന്തിനാ മനുഷ്യ ശരീരം എടുത്തു വന്നത്? ഇത് കണ്ടുപോകാനാ. ഈ ആത്മവിളക്കിനെ അറിയാൻ ആണ് ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. അത് ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം കിട്ടിയിട്ടും മൃഗങ്ങളെ പോലെ ഉണ്ടും ഉറങ്ങിയും വംശവർദ്ധന നടത്തിയും ഈ ലോകത്ത് നിന്ന് കടന്നുപോയാൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഇത് പറഞ്ഞു തരാൻ ഒരു ഗുരുവിനെ കുലത്തിൽ കിട്ടിയിട്ട് പോലും ഇതറിയാതെയാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ ഈ ജനന മരണ ചാക്രികതയിൽ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങും. സംശയമൊന്നുമില്ല. ഇത്തിരി നിങ്ങൾ സീഡായിട്ട് ഇത് കേട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കേൾക്കാനായിരിക്കും അടുത്തൊരു ശരീരമായി വരിക. അതുകൊണ്ടാണ് സത്സംഗം ഒരിക്കലും മിസ്സാക്കരുതെന്ന് പറയുന്നത്. ഗുരു ആരാണെന്നുള്ളതിന്റെ ഒരു അംശം പോലും ആ മഹാസാഗരത്തിലെ ആ തന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു കണിക പോലും രുചിക്കാൻ ഈ ജന്മം നമുക്ക് സാധ്യമല്ല. ജന്മാന്തരങ്ങൾ എടുക്കേണ്ടി വരും ഗുരുവെന്ന പൂർണ്ണ ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതാണ് നമ്മൾ അറിയുന്നത്. ഉലകർ ഉറങ്ങി ഉണർന്നു ചിന്ത ചെയ്യുമ്പോൾ പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കുന്ന വിലമതിയാത്തൊരു വിളക്കുണ്ട്. അതിനെ അറിയാനാണ് മനുഷ്യ ജീവിതം. നമ്മളൊക്കെ ഇപ്പൊ എന്താണെന്നറിയോ? നമ്മുടെ അവസ്ഥ മനുഷ്യരൂപേണ മൃഗാശ്ചരത്തി എന്ന് പറയും. മനുഷ്യന്റെ രൂപം മൃഗത്തിന്റെ സ്വഭാവമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജന്മത്തിൽ നിന്ന് പതിച്ചു പോകാൻ വേറെ എന്ത് വേണം? അല്ലെ? എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. നമ്മൾ പാടാറില്ലേ? കൃഷ്ണ കൃഷ്ണ അല്ലെ? പാടാറുണ്ട്. അവിടെയൊക്കെ പറഞ്ഞു തന്നത് ഡീപ്പായിട്ടുള്ള ഫിലോസഫിയാണ്, തത്വമാണ്. എത്ര ജന്മങ്ങൾ പട്ടിയായും പൂച്ചയായും അല്ലെ, എത്ര ജന്മ മരിച്ചു നടന്നതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത്ര വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുന്നേ കടന്നു നാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പുണ്യം ചെയ്തത് കൊണ്ടാണ് മനുഷ്യ ജന്മത്തിൽ എത്തിയത്. വിശേഷ ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ശരീരത്തിനപ്പുറം എന്നിലൊരു ചൈതന്യമുണ്ടെന്നും ഞാൻ അതിലേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നും അറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഉണരണം, ഉറങ്ങണം എന്ന് ഗുരു പറഞ്ഞതിൽ നിന്ന് ഒട്ടും ഒരടി പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഭക്തിയുടെ കാര്യം, വിളക്ക് പ്രതിഷ്ഠിച്ച് തന്നതിന് ശേഷം ഗുരു പിന്നെ പ്രതിഷ്ഠിച്ച് തരുന്നത്, ആ പ്രതിഷ്ഠകൾ അങ്ങ് കടന്നു പോകുമ്പോൾ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണെന്നറിയോ? സത്യം, ധർമ്മം, ദയ, ശാന്തി. ഒരിക്കപ്പോഴ കാളകണ്ഠേശ്വരത്ത് ഗുരു പ്രതിഷ്ഠിച്ചു വെച്ചത് ഇതാണ്: സത്യമാണ് ദൈവം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സത്യമാണ് അവന്റെ ജീവിത ധർമ്മമായി അവൻ കരുതുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും സത്യസ്വരൂപനാണ് അവനെങ്കിൽ, സത്യത്തിൽ നിന്ന് വിട്ടവൻ ജീവിച്ചിട്ടില്ലെങ്കിൽ അവനാണ് ഈശ്വരൻ. സത്യമാണ് ദൈവം എന്ന് പറഞ്ഞത് ഗുരുവ. ധർമ്മമാണ് ദൈവം. ഓരോ മനുഷ്യനും ധർമ്മങ്ങളുണ്ട്. ഒരു പിതാവിന്റെ ധർമ്മം കുടുംബത്തെ സംരക്ഷിക്കുക, അതിനുപരി സമൂഹത്തെ സേവിക്കുക. മക്കൾക്കുണ്ട് ധർമ്മം, ജന്മം നൽകിയ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരുടെ മുന്നിലുള്ള കടമകൾ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഇതൊക്കെ മാനുഷിക ധർമ്മങ്ങളാണ്. ഇതിനപ്പുറം ഒരു ധർമ്മമുണ്ട്. അതെന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തെ ആകെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഈശ്വരൻ. അതിനെ അറിയുന്നതാണ് ധർമ്മം. നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ തന്നെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചു നോക്കിയേ. വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ധമനികളിലൂടെ രക്തചംക്രമണം നടക്കുന്നുണ്ട്. ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? ആരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ അനുദിനം കണ്ണുകൾ അടയ്ക്കുന്നുണ്ട്. ആരാണ് അതിന്റെ ശക്തിയായി നിൽക്കുന്നത്? നമ്മൾ കഴിച്ച ആഹാരത്തെ ദഹനരസം ഉണ്ടാക്കി ദഹിപ്പിക്കുന്നതിനുള്ള ചാലക ശക്തി എവിടെന്നാ? ഇതൊക്കെ അങ്ങ് നടന്നു പോകുന്നു നമ്മൾ വെറുതെ പറയും. അല്ല, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവേശ്വരൻ ഉണ്ടെന്ന് ഒരു നമ്മെ പഠിപ്പിക്കുക. വെറുതെ സസ്യങ്ങളെയൊക്കെ നോക്കിയാൽ മതി. എനിക്ക് ഏറ്റവും പറയാൻ ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നതാ. ഈ പുകാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പറയും സസ്യങ്ങൾ, അല്ലെ? കൃത്യസമയങ്ങളിൽ ഒരു നിയമ വ്യവസ്ഥയ്ക്കുള്ളിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതേ. കൃത്യസമയമാകുമ്പോൾ ചക്കയിൽ മുള പൊട്ടി തുടങ്ങും. ഇതിനെന്നറിയോ? പ്ലാവിന് ചക്ക തിന്നാനല്ല. പ്ലാവ് തിന്നാറുണ്ടോ ചക്ക? ഇത് ആർക്കാ? അത് തിന്ന് വിശപ്പടക്കുന്ന മനുഷ്യർക്ക് യജ്ഞരൂപത്തിലാണ് അവർ നിൽക്കണേ. എത്രയും പൂങ്കുല പഴുത്ത മൂത്ത് പഴുത്ത
മാമ്പഴം മാവിൽ തരുന്നുണ്ട്. മാവിന് മാങ്ങ തിന്നാനാണോ? അല്ല, ഒക്കെ മനുഷ്യന് വേണ്ടി. ഒക്കെ യജ്ഞരൂപത്തിൽ ഇവിടെ വൃക്ഷലതാദികളും സസ്യങ്ങൾ വരെ ഇവിടെ നിലകൊള്ളുന്നത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട്. വിശേഷ ബുദ്ധിയുള്ള നാം മാത്രമാണ് എന്റെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നതും സമൂഹത്തിൽ ഈ പ്രകൃതിയിലേക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതും മനുഷ്യന് മാത്രം. ഒരു മുളക് പൊട്ടിച്ചെടുത്താൽ 2 മുളകും തൈ അവിടെ വെച്ചു കൊടുത്തിട്ട് പോകണം. നമ്മളാരും ഇവിടെ സ്ഥിരമല്ല, കടന്നു പോകും. എന്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ തിരിച്ച് പ്രകൃതിയെ ഏൽപ്പിച്ചിട്ട്, പ്രകൃതി മാതാവിനെ ഏൽപ്പിച്ചിട്ട് പിരിഞ്ഞു പോകേണ്ടവരാണ് നാം. ഒരിക്കലും ആരും ഇവിടെ സ്റ്റേബിൾ അല്ല. പക്ഷെ അതിനിടയ്ക്ക് നാം നേടേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് ശരീരമെടുത്ത് വന്നത്? ജന്മാന്തരങ്ങളായി ചെയ്തിരിക്കുന്ന കർമ്മസഞ്ചയങ്ങൾ വാസനയ്ക്കനുസരിച്ചാണ് ഓരോരുത്തർ വരുന്നത്. ചിലർ പറയാറില്ലേ, ഞാൻ ഇവിടെ ആർക്കും ഒരു ദുഃഖവും ചെയ്തിട്ടില്ല, എന്നിട്ട് എനിക്ക് എന്തിനാ ഇങ്ങനെ തന്നേ ദൈവമേ? ഇതിന് ദൈവത്തിനോട് ചോദിക്കുന്നേ. ദൈവം ആർക്കും ദുഃഖം തരില്ല. നിനക്ക് ദൈവത്തിനെ അറിയാനുള്ള അവസരം തന്നു, എന്നിട്ട് നീ എന്തിനെ താലോലിച്ചു? ഭൗതിക സുഖഭോഗങ്ങളെ താലോലിച്ച് സ്വന്തമാക്കി വെച്ചു. മക്കളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. വളർത്തി അവസാനം വളർത്തി വെച്ച മക്കളൊക്കെ പിരിഞ്ഞു പോകും, ഒറ്റയ്ക്കാവും അല്ലേ? ഇപ്പൊ ഓരോ വീടുകളും ചെന്ന് നോക്കിയാൽ വൃദ്ധസദനങ്ങളാണ്. ഒന്നും മിണ്ടാൻ ആരുമില്ല. പണമൊക്കെ ധാരാളം ബാങ്കിലുണ്ട്. അതൊന്ന് പോയി എടുക്കണമെങ്കിൽ പോലും സഹായം കൂട്ടായിട്ട് ആള് വേണം. ഒരു മരുന്ന് വാങ്ങണമെങ്കിലോ ആശുപത്രി പോകണമെങ്കിലോ വാടകയ്ക്ക് ആളെ കൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവൻ നാം ഓടിയോ? ആ ഓടിയ വസ്തുക്കൾ നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ലോകത്ത് നിന്ന്, അതോർത്ത് ദുഃഖിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. അപ്പോ ഒന്നും നേടാനൊന്നുമല്ല മനുഷ്യജന്മം. നമ്മൾ അറിയേണ്ടതായ ചില സത്യങ്ങളുണ്ട്. അത് ഈ ലോകത്തേക്ക് അറിഞ്ഞു വേണം പോകാൻ. എന്തിനാ ഗുരു ഇത് പറഞ്ഞെന്നറിയോ? ഭയമില്ലാതെയാക്കാനാ. ഗുരു പറഞ്ഞല്ലോ, ഗദ്യപ്രാർത്ഥന എന്ന കൃതിയിലൂടെ ഗുരു പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. ഒരു കടലിൽ നിന്ന് തിരയടിക്കുമ്പോൾ പൊങ്ങി വരുന്ന ഒരു കുമിളയുണ്ടല്ലോ, ഇത്തിരി നേരം കൊണ്ട് ആ കുമിള പൊട്ടിപ്പോവും. അതുപോലെ എത്ര നേരം നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ജീവിതം ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. പറയാൻ പറ്റുമോ ഞാൻ ഇത്ര സമയം ജീവിക്കുമെന്ന്? ഞാൻ 60 വയസ്സ് ജീവിക്കും നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ? ആർക്കും പറയാൻ പറ്റില്ല. ഈ ശരീരം പോലും നമ്മുടെ അല്ല. ഇതാണ് നമ്മൾ അറിയുന്നത്. ഇത് വന്നതും ഇതിന് രോഗം വന്നതും നിനച്ചിരിക്കാതെ ഇതിനെ എടുത്തുകൊണ്ട് പോകുന്നതും ഇതിന്റെ സംചാലകനായ ആ ജഗദീശ്വരനാണെന്ന് നാം അറിഞ്ഞാൽ, ആ നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ എന്ന് അവസാന നിമിഷം പാടിയ പോരാ. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമ്മളത് അറിഞ്ഞു വേണം ജീവിക്കാനായിട്ടെന്നാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ടാണ് പിണ്ടനന്ദിയിലെ ഗുരു പറഞ്ഞത് അല്ലെ, ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയും അങ്ങു ശംഭോ. ഇവിടെ ഗുരു നല്ല ഒരു വൈദ്യനായിട്ട്, ഒരു ഭിഷഗ്വരനായിട്ട് സംസാരിക്കുന്നു. ഫിസിയോളജി, അനാട്ടമി ഒന്നും ഗുരു പഠിച്ചിട്ടില്ല. പക്ഷേ ശാസ്ത്രത്തിന് മുൻപേ ഗമിച്ച ഋഷീശ്വരൻ പറയുന്നു, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലേക്ക് ജന്മമെടുക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന അവന്റെ അവയവ സന്നിവേശങ്ങൾ ഏതെല്ലാം മാസത്തിൽ കൃത്യമായി വരുന്നുവെന്നും ആ കുഞ്ഞിന് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളും വേദനകളും വരെ കണ്ടറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ച ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അറിയണം, പിണ്ടനന്ദി എന്ന കൃതി. പിണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണമാണ്. ഗർഭപാത്രത്തിൽ ഒരു പിണ്ടമായിട്ടാണ് ആദ്യം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, കലലമായിട്ടാണ് ബീജവും അണ്ടവും ചേരുന്ന ആ നിമിഷം തന്നെ നമ്മൾ ഒരു കലല രൂപത്തിലാകും. അതാണ് പിന്നെ ഓരോ ദിവസവും 15 ദിവസം, ഒരു മാസം ഒക്കെ ഇങ്ങനെ അതില് രൂപമാറ്റം സംഭവിച്ചാണ് നമ്മളൊക്കെ ഇങ്ങനെ ആ ഗർഭപാത്രത്തിൽ വെച്ച് പൂർണ്ണ വളർച്ച എത്തിയിട്ടാണ് 9 മാസം 9 ദിവസം 9 വിനാഴികയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നവരാണ് നാം. ആ സമയത്ത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജന്മം കൊള്ളുന്ന ദിവ്യമായ ആ നിമിഷത്തെ ആദ്യം അറിഞ്ഞതാരാ? അറിഞ്ഞേ? ഒരു കുഞ്ഞ് എന്റെ വയറ്റിൽ ജനിച്ചിട്ടുണ്ട് എന്ന്, ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് അമ്മ അറിയുന്നത് ഒരുപക്ഷെ 1-1.5 മാസം കഴിയുമ്പോൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അല്ലേ? പക്ഷെ ആ കുഞ്ഞ് ജനിച്ചു വീണ ദിവ്യമായ നിമിഷത്തെ കണ്ണും നട്ട് കാത്തിരുന്ന ഒരു ചൈതന്യമുണ്ടെന്ന് ഗുരു പറയാം. ആരും കാണാതെ ഇരുട്ടറയില്
ജന്മം കൊണ്ട ആ ചൈതന്യത്തെ കണ്ണിമ ചിമ്മാതെ നോക്കിയെടുത്ത് താരാട്ടുപാടി ഉറക്കിയ ഒരു ഈശ്വരകാരുണ്യത്തെ പരിചയപ്പെടുത്തി തരുന്ന ഗുരു നമ്മളെ. അങ്ങനെ ഓരോ മാസവും 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ. 5, 4, 9 മാസേ അമ്മ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അമ്മ കിടന്നുറങ്ങുമായിരുന്നു. അമ്മയ്ക്ക് കുഞ്ഞിന് കൈ വന്നോ കാല് വന്നോ എന്നൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ അത് നോക്കി അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഓരോ അവയവങ്ങളും കൊടുത്തുകൊണ്ട് അതാത് സമയത്ത് ബുദ്ധി തെളിച്ചൊക്കെ ഇട്ട് ആ അവയവ സന്നിവേശം നടത്തിയ ഒരു ജഗദീശ്വരനെ പരിചയപ്പെടുത്തുക. നന്ദി പറയണം, നന്ദിയുള്ളവരാകണം ജീവിതത്തിൽ. നല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. അവിടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും അപ്പുറം സർവ്വതിനും അതീശനായ ജഗദീശ്വര ശക്തിയെ ഗുരു നമുക്ക് പിണ്ടനന്ദിയിലൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 9 മാസം അവിടെ കിടന്നപ്പോൾ ഒരു പറയാ ഒരുപോലെ നയനങ്ങൾ വെച്ച് ഒരു കണ്ണെന്ന് ചിമ്മിയെങ്കിൽ നമുക്കൊരു കണ്ണ് വെക്കാതെ പോയെങ്കിലോ നമുക്ക് ഈ ലോകത്തെ കാണാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, ഇങ്ങനെയൊക്കെ ഒരു ചിന്തയിലൂടെ കടന്നുപോയി അതിൽ കൃതിയായിട്ട് നമുക്ക് തരണമെങ്കിൽ ഈ ലോകത്തെ അറിഞ്ഞ പരമ്പൊരുളായ ഋഷീശ്വരന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ചരകന്റെ ചരക സംഹിതയും തിരുമൂലയുടെ തിരുമന്ത്രവും പിപ്പലാദ മുനിയുടെ ഗർഭോപനിഷത്തിന്റെ ഒക്കെ അവിടെയൊക്കെ ആ ഉൾക്കാഴ്ചയെ സ്വാംശീകരിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടുമാണ് ഗുരു തന്റെ ദർശനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു 8-9 മാസം ആകുമ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ജന്മാന്തരങ്ങളിലെ ഓർമ്മ വരും. നമ്മളൊക്കെ അത് ഓർത്തിട്ടുണ്ട്, പെടയാറുണ്ട്. വയറ്റിൽ കുഞ്ഞ് കിടന്ന് നന്നായിട്ട് പെടഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രസവിച്ച അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, നന്നായിട്ട് അനങ്ങും കുഞ്ഞ് വയറ്റിൽ കിടന്നല്ലേ. അപ്പൊ നമ്മൾ പറയും കുസൃതി കാണിക്കണമെന്ന് പറയും. പക്ഷെ അതല്ല. രാമായണം പറയുന്നുണ്ട്, ഭാഗവതം പറയുന്നുണ്ട്, ഇപ്പോ ഞാൻ പറഞ്ഞ അധ്യാത്മ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഇതിലെല്ലാം പറയുന്നത് തന്നെയാണ് ആ ദർശനം. ഋഷിമാരുടെ ദർശനത്തിന്റെ സ്വരൂപം ഒന്ന് തന്നെയാണ്. അവരെല്ലാം ഒരേ സത്യം പറയാനായി ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ എന്റെ ദർശനം വേറെ, എന്റെ ഗുരു വേറെ, നിന്റെ ഗുരു വേറെ ഒന്നുമില്ല. അത് നമുക്ക് അജ്ഞരായ നമുക്ക്. അപ്പോൾ 9-ാം മാസം എത്തുമ്പോൾ 8-നും 9-നും ഇടയില് ഞാൻ എത്ര അമ്മമാരുടെ ഗർഭപാത്രത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, എത്ര ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എത്ര അന്നപാനാദികൾ രുചിച്ചിട്ടുണ്ട്. ഈ ഓർമ്മകളെല്ലാം കൂടി കുഞ്ഞിലേക്ക് കടന്നു വരുന്നു 8-9 മാസം ആകുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജന്മത്തിലെ ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? ഇനി ജന്മാന്തരങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾ കൂടി കയറി വരുമ്പോൾ കുഞ്ഞ് പിടയ. ആ സമയത്ത് ഒരു കുഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ ഒരു ശരീരത്തിൽ വരില്ല, ഞാൻ സത്യമറിഞ്ഞ ഈശ്വരന്റെ സത്തയിലേക്ക് ചേർന്നു കൊള്ളാമെന്നും ജനന മരണ പെരുക്കടലിൽ കിടന്ന് പതിച്ചു പോവുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്തവരാണ് നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ജനം. പക്ഷേ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് ഇവിടുന്ന് ഫസ്റ്റ് ബ്രീത്ത് എടുത്തപ്പോൾ നമ്മൾ ഈ മായാലോകത്തിൽ പെട്ടുപോയി. പ്രതിജ്ഞ മറന്നും പോയി, വഴി മറന്നും പോയി. മക്കളെ വളർത്തുക, സ്വത്ത് സമ്പാദിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. ഈ സ്വത്തൊക്കെ അവിടെ ഇട്ടിട്ട് ഒരു ഒറ്റ പോക്കും പോകും. ആരെങ്കിലും ഒരു കോടി കൊണ്ട് പുതപ്പിച്ചാൽ മാത്രം അതും കൊണ്ട് പോകും അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. വെറുതെ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസാനം. ഇതൊക്കെ തന്നെ, ഇതിനപ്പുറം ഒന്നും നമുക്കില്ല. അപ്പോൾ പിണ്ടനന്ദി എന്ന കൃതി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട് നാം. എന്നിട്ട് ഗുരു പറയാ, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിത് വളർന്നതോ വിചിത്രം. ജനിച്ചു കഴിയുമ്പോ അച്ഛൻ വന്നു, അമ്മ വന്നു, ചേച്ചി വന്നു, ചിറ്റ വന്നു, ആന്റി വന്നു, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നു. ഈ 9 മാസം ഏത് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇതെങ്ങനെ കിടക്കണേന്ന് അവരാരെങ്കിലും അറിഞ്ഞോ? ആരെങ്കിലും വളർത്തിയിട്ടാണോ വളർന്നേ? ആലോചിച്ച് നോക്കിയേ. ബന്ധുക്കളില്ല, ബലമില്ല, ഒന്ന് തിരിഞ്ഞു നേരെ കിടക്കാൻ പോലും പറ്റില്ല കുഞ്ഞിനെ. ഇത്തിരി പോകുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വളഞ്ഞെരിഞ്ഞാ കിടന്നേ. ഒത്തിരി വേദനകൾ അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും ആരും ഇല്ല, ഓർക്കണം. ബന്ധുക്കളില്ല, ബലമില്ല, ധനമില്ല. 10 കാശില്ലായിരുന്നു അന്ന്. ഉണ്ടായിരുന്നോ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ? അപ്പൊ നമുക്ക് കാശില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല. ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ബന്ധുക്കളില്ല, ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിത് വളർന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ ഈ 9 മാസവും 9 ദിവസവും 9 വിനാഴിക അവിടെ കിടന്നത്? അഹോ വിചിത്രം. ആലോചിച്ചു നോക്കിയാൽ അത്ഭുതം തന്നെ. എന്തമ്പുരാന്റെ കളി, എന്റെ തമ്പുരാന്റെ കളിയാണ്
ആ ജഗദീശ്വരന്റെ കളിയാണ് ഇതൊക്കെ എന്നറിഞ്ഞാൽ അന്ധത്വമില്ല, എൻ്റെ ഉള്ളിൽ ഇരുട്ടില്ല. ആ ഈശ്വരനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനെനിക്ക് അനുഗ്രഹം തരൂ ശംഭുവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഗുരു നമ്മളെ. പുറത്തു വന്നപ്പോൾ എന്നോടാണോ കളിക്കാൻ? എനിക്ക് ഇത്ര ആൾബലമുണ്ട്, ഇത്ര സമ്പത്തുണ്ട്, ഇത്ര പദവിയുണ്ട്, ഇത്ര സ്ഥാനമാനങ്ങളുണ്ടെന്നൊക്കെ അഹങ്കരിക്കുന്ന നമ്മളുടെ ആ ദയനീയ അവസ്ഥ, ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഗുരുപിണ്ഡനന്ദിയിലൂടെ. അതുപോലെ ഗുരുവിന്റെ ശിവപ്രസാദ പഞ്ചകം എന്നൊരു കൃതി 5 ശ്ലോകങ്ങളോട് കൂടി ശിവനെ സ്തുതിക്കുവാൻ വേണ്ടി ഗുരു എഴുതി തന്നതാണ്. ഒരു പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യൻ എത്തേണ്ടത് എന്താണെന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു. ശിവപ്രസാദ പഞ്ചകം പഠിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടോ? എങ്ങനെയാ തുടങ്ങണേ? ഗുരുവിന്റെ കൃതിയൊക്കെ പഠിക്കണം കേട്ടോ മക്കളെ. ശിവ എന്ന് ചൊല്ലിക്കേ. ഭവസങ്കടനാശന പാഹി ശിവ, കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. ഈ 5 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് ഗായകൻ പി ജയചന്ദ്രന് ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്നത്. ഗുരുവിന്റെ കൃതി ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ സമ്മാനം അവിടെ വരും. അത്രയ്ക്കും ചൈതന്യമാണ് ഭഗവാന്റെ ഓരോ വരികൾക്കും. യേശുദാസ് ആദ്യമായി പാടിയ പാട്ട് ഏതാണെന്നറിയോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ഇതാണ് പാടിയത്. ഇതാണ് തുടക്കം. എവിടെയെങ്കിലും വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ഗുരുവിന്റെ ആ ഋഷിയുടെ ഋഷിത്വത്തിന്റെ ചൈതന്യം. അതാണ്. എസ് രമേശൻ നായർക്ക് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടി. എസ് രമേശൻ നായർ സർ മലയാളത്തിന്റെ മഹാകവി. നിരവധി സിനിമാ ഗാനങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ കരയിപ്പിച്ചിട്ടുള്ളത്, നൊമ്പരപ്പെടുത്തിയിട്ടുള്ളത്, പ്രണയ പരവശരാക്കിയിട്ടൊക്കെയുള്ള ആ എസ് രമേശൻ നായർ 2018 അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരസ്കാരമുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. എന്തിനാണെന്നറിയോ? ഗുരുവിന്റെ ജീവചരിത്രം കാവ്യമാക്കി. ഗുരുവിന്റെ രചനകള്, ഗുരുവിന്റെ ജീവചരിത്രം, ഗുരു കണ്ടുമുട്ടിയ വ്യക്തികള്, ഗുരുവിന്റെ പ്രതിഷ്ഠകള്, ഗുരുവിന്റെ ജീവിതത്തിലെ ആ നാൾവഴികളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ജീവചരിത്രങ്ങളെല്ലാം കാവ്യരൂപത്തിലാക്കിയതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയത്, അവാർഡ് കിട്ടിയത്. അതിനകത്ത് എസ് രമേശൻ നായർ സാർ പറയുന്നുണ്ട് അവസാനം, തൊട്ടതെല്ലാം പൊന്നാക്കും വിശ്വദീപ പ്രകാശമേ, ഇഷ്ടമാകട്ടെ അങ്ങേക്ക് സ്പഷ്ടമാം ഗുരുപൗർണമി. 6 മാസം കൊണ്ട് ഗുരുപൗർണമിയുടെ രചന തീർത്തപ്പോൾ എസ് രമേശൻ നായർ സാർ പറയുക, കഴിഞ്ഞ 40 വർഷമായി ഗുരുവെന്ന ചൈതന്യം എൻ്റെ മനോമുകുരത്തിൽ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവെന്ന ചൈതന്യം, അതിൽ നിന്ന് പിറന്നു വീണതാണ് ഗുരുപൗർണമി. അല്ലേ? ദൈവത്തിനെ, അല്ലെ, കാണാത്ത ദൈവത്തിനേക്കാൾ കരുണാമയനായവൻ, ഇതാ മർത്യൻ കൈകൂപ്പും സുഖദുഃഖമറിഞ്ഞവൻ. നൊമ്പരപ്പെട്ട് നെഞ്ചത്ത് തൊട്ടുകൊണ്ടാണ് പാടിയത്, അല്ലെ? അപ്പോൾ ഗുരുവിനെ അറിഞ്ഞവര് നന്നായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആശാൻ തന്റെ നിരവധി കവിതകളിലൂടെ, നിരവധി കവിതകളിലൂടെ ഈ സമൂഹത്തിന്റെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തൊട്ടുകൊണ്ട് നിരവധി കവിതകൾ ആശാൻ തരുമ്പോഴും ഭക്തികാവ്യങ്ങളും ആശാൻ രചിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ ശതകവും ഭക്തവിലാപവും ഒക്കെ ആശാൻ രചിച്ചിട്ടുണ്ട്. ഇത് രചിക്കുമ്പോൾ, സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് കാവ്യം എഴുതുമ്പോൾ, സ്തോത്രഗതി എഴുതുമ്പോൾ ഫസ്റ്റ് ശ്ലോകം ആശാൻ എന്താ ചേർത്തേന്നറിയോ? 51 വർഷത്തോളം ഗുരുവിന്റെ നിഴലായി കുമാരുമായി സഞ്ചരിച്ചു കുമാരനാശാൻ, അല്ലെ? ഗുരുവിനെ കുമാരനാശാനേക്കാൾ കൂടുതൽ അറിഞ്ഞവരാരുമില്ല. അപ്പോ കുമാരനാശാൻ പാടിയത് ഇങ്ങനെയാ. ഭക്തവിലാപത്തിലെ ആദ്യത്തെ ശ്ലോകം, സുബ്രഹ്മണ്യ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകം എന്താണെന്നറിയോ? അണകവിയുന്ന അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്ന് വിളിച്ചത്. തൃപ്പാദങ്ങൾ എന്നല്ലാതെ ആരും വിളിക്കില്ല, സ്വാമിയെ ഒന്നും വിളിക്കില്ല, തൃപ്പാദങ്ങൾ എന്നല്ലാതെ. അപ്പൊ പറയുകയാണ്,
ആ അണകവിയുന്ന ദുഃഖക്കടലിലേക്ക് ആണ്ടുപോയ എന്നെ ആ അണികരമേൻ ഏറ്റി എന്നെ ഈ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയ നാരായണ ഗുരുനായകനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാൻ ആ സ്തോത്രകാവ്യം തുടങ്ങിയത് തന്നെ. നമുക്കറിയാം, ഗുരുസ്തവം ഗുരുവിന്റെ 60ാമത്തെ പിറന്നാളിൽ എഴുതി ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിച്ചതാണ് ഗുരുസ്തവം ആണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോ ജയന്തിയും തിരുജയന്തിയും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോഴും അതെല്ലാം വിവേകോദയം മാസികയിൽ ആശാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് 1951 ഗുരുവിന്റെ 51 പിറന്നാളിന്, വർഷം മാറിയോന്ന് എനിക്കറിയില്ല, ഗുരുവിന്റെ 51ാമത്തെ പിറന്നാളിനാണ് സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് രചിക്കുന്നത് ആശാൻ. സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് തുടക്കം എങ്ങനെ? വരുവിൻ സഹോദരരെ വരുവിനിന്നു നാമെല്ലാം ഒരു കൊല്ലം കാത്ത സ്വാമി തിരുനാളല്ലോ. ഒരു കൊല്ലം കാത്തിരിക്കും സ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കാൻ, അല്ലെ? കാർമുകിലിൻ കാലമിതാ കഴിഞ്ഞമ്പരം തെളിഞ്ഞു താമകത നൃത്തമാടി ധരയിലെങ്ങും പാരിൽ നമ്മെ ഉയർത്തുവാൻ പരമപുരുഷൻ സ്വാമി തിരുവവതാരം ചെയ്ത സുദിനമല്ലോ. നമിക്കുവിൻ സഹജരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ എന്ന് ആശാൻ ചോദിച്ചതാ. കാർമുകിലിന്റെ കാലം, ആകാശത്തെ കാർമേഘങ്ങളെല്ലാം നീങ്ങി പൂക്കൾ പിരിയുന്ന വസന്തകാലം, ഒരു മഹാഗുരുവിന്റെ ജനനത്തെ വരവേറ്റുകൊണ്ട് വൃക്ഷങ്ങളിലെല്ലാം വൃക്ഷങ്ങളെല്ലാം പൂത്ത് ആ വസന്തകാലമാണ് ഒരു മഹാഗുരുവിനെ വരവേൽക്കാൻ ഈ ധരയില് ഉണ്ടായിരിക്കുന്നത് എന്ന് ആശാൻ പറയാണ്. അതൊക്കെ ആ കാലഘട്ടത്തിൽ ഗുരുവിനെ അറിഞ്ഞ് ആരാധന ചെയ്തവരുടെ വാക്കുകളാണ്. അതല്ലേ ഗുരുവിന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായ മാരായമുട്ടത്തെ കൊച്ചു തമ്പുരാനായ ആ നായർ തറവാട്ടിൽ നിന്ന് ഗുരുവിന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായി എത്തിയ ശിവലിംഗദാസ സ്വാമികള് രചിച്ച ഗുരുഷട്കം നമ്മൾ പാടാറുണ്ട്, അല്ലെ? എങ്ങനെയാ ആദ്യത്തെ 4 വരി ഗുരുഷട്കത്തിലെ? ഓം ബ്രഹ്മണേ മൂർത്തിമതേ സദാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ. അതിനകത്ത് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യസ്യനഃ കൽപ്പതേ സിദ്ധൈഹി പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവേ നമ എന്ന് പറയില്ല കേട്ടോ, ഇവിടെയും അത് കേട്ടു. ഗുരവേ നമ, അതായത് നമശബ്ദത്തിന്റെ അടുത്ത് വരുന്ന വിഭക്തി എപ്പോഴും ചതുർത്ഥി വിഭക്തിയാണ്. ആയിക്കൊണ്ട് ചതുർത്ഥി എന്ന് പറയും. അപ്പൊ ഗുരുവിനായിക്കൊണ്ട് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ഗുരുവേ എന്ന് പറയില്ല. എങ്ങനെ പറയും? ഗുരവേ നമ എന്ന് പറയുള്ളൂ കേട്ടോ. അങ്ങനെ പറയാൻ പാടുള്ളൂ, ഗുരവേ നമ. അതാണ് ശരിയായ രൂപം. ഇപ്പൊ പറയാണ്, ഗുരു അങ്ങയുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു കണം മതിയല്ലോ ഞങ്ങളുടെ എല്ലാവിധമായ പാപങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് ഞങ്ങളെ ഈ മനുഷ്യ ജന്മത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്ന ഗുരുഷട്കം രചിച്ചു തന്നു. ഇവരൊക്കെ ഗുരുവിനെ കണ്ടറിഞ്ഞവരാണ്. തരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജന്മം സാർത്ഥകമാകുന്നു. എത്രയും ദൂരം യാത്ര ചെയ്ത് ഇന്ന് രാവിലെ മുതൽ ലോകമെമ്പാടുമുള്ള ഗുരുഭക്തർ ഭക്തി പുരസരം ആഘോഷിക്കുമ്പോൾ ഇനിയുള്ള നമ്മുടെ ഈ 1 വർഷക്കാലം ഗുരുവിനെ പഠിക്കാനും അറിയാനും ആയിരിക്കട്ടെ. അതിന് ഈ ശാഖയ്ക്കും ഇതിന്റെ ഭാരവാഹികൾക്കും ഈ സമൂഹത്തെ ഉണർത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ നന്നായി പഠിച്ച് നല്ല ഗുരുവിനെ അറിയുന്ന മക്കളായിട്ട് വളരട്ടെ, നല്ല വഴിയിലൂടെ നടക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.